മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രോതാക്കളെ, ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ മോക്ഷകവചത്തിന്റെ ഓഡിയോ റീഡിംഗ് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. വായന തുടരുകയാണ്. ദൈവത്തിനും നന്ദി. ഞാനിപ്പോൾ ജ്ഞാനസ്നാനത്തെ പറ്റിയൊക്കെ പറഞ്ഞു വരുന്നതുകൊണ്ട് പലരും ചിലപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് ഇതിനെപ്പറ്റിയൊന്നും ഗ്രഹിക്കാത്തവർ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാനിവിടെ ഇപ്പോൾ ഈ പുസ്തകത്തിന് എനിക്ക് അവതരണക്കുറിപ്പ് എഴുതി തന്നിരിക്കുന്നത്, ഈ പുസ്തകത്തിന് എനിക്കല്ല, പുസ്തകത്തിന് അവതരണക്കുറിപ്പ് എഴുതി തന്നിരിക്കുന്നത് ഈ പുസ്തകം ശരിക്കും വായിച്ച് മനസ്സിലാക്കി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഒരു പിതാവ് പറഞ്ഞു അങ്ങനെയല്ലായിരിക്കും. ഞാൻ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഇല്ല, ഞാൻ ആ പുസ്തകം ശരിക്കും വായിച്ചു, എനിക്കിത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് എഴുതി തന്നത്. ആരെല്ലാം എന്താരെല്ലാം പറഞ്ഞാലും സത്യത്തോട് ചേരാനുള്ള ഒരു നല്ല മനസ്സും മനസാക്ഷിയും ദൈവത്തിന്റെ കൃപയാൽ, ഞാൻ ആരെയും മുഖസ്തുതി പറയുന്നയാളല്ല, എനിക്ക് കർത്താവിനറിയാതെ. അപ്പോൾ അദ്ദേഹം അത് വായിച്ചിട്ട് പ്രകാശ വഴിക്ക് ആശംസ എഴുതി തന്നപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതിയപ്പോഴും കൊടുത്തു. അദ്ദേഹം അതിന് അവതരണക്കുറിപ്പ് എഴുതി തന്നത് ഇപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് കടന്നു പോകുന്നതുകൊണ്ട് ആ അവതരണക്കുറിപ്പ് ഒന്നുകൂടെ വായിക്കുകയാണ് ഇവിടെ സന്ദർഭമനുസരിച്ച് സാന്ദർഭികമായി. അവതരണക്കുറിപ്പ് മാർ ജോസഫ് പാംബ്ലാനി. മോക്ഷകവചം എന്ന ശീർഷകത്തിൽ ശ്രീ ഇമ്മാനുവൽ സത്യാനന്ദ രചിച്ച പുതിയ നിയമത്തിന്റെ ആത്മതത്വത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥം ആത്മീയ സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ യുക്തിയുടെ പിൻബലത്തിലും ദാർശനികതയുടെ എഴിയെടുപ്പത്തിലും വെളിപാടിന്റെ വെളിച്ചത്തിലും കൃപയുടെ നിഴലിലും വ്യാഖ്യാനിക്കുന്നു എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ അനന്യത. ഗ്രന്ഥകാരൻ കൈകാര്യം ചെയ്യുന്ന സത്യങ്ങളെല്ലാം വിശുദ്ധ ഗ്രന്ഥ വെളിപാടുകളുടെ വ്യാഖ്യാനങ്ങളാണ്. പതിവ് വ്യാഖ്യാന ശരണികളിൽ നിന്നും വ്യതിചലിക്കുന്നതിനാൽ യാഥാസ്ഥിതിക ചിന്തകർക്ക് ക്ഷിപ്രഗ്രാഹ്യമായ ശൈലിയല്ല ഗ്രന്ഥത്തിലുള്ളത്. ചിലപ്പോഴെങ്കിലും സഭയുടെ പ്രബോധനാത്മകതയുടെ പരമ്പരാഗത ചട്ടക്കൂടിന് വെളിയിലിറങ്ങിയുള്ള വിചിന്തനങ്ങളും ഈ ഗ്രന്ഥത്തിൽ ദൃശ്യമാണ്. ദൃഷ്ടാന്തമായി തിന്മയുടെ ഉദ്ഭവം, ഏകത്വത്തിലെ ത്രിത്വം, ക്രിസ്തുവിന്റെ പെസഹ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുടെ നേർരേഖയിൽ നടക്കാനുള്ള നിർബന്ധ ബുദ്ധി ഗ്രന്ഥകാരൻ പുലർത്തുന്നില്ല. എന്നാൽ വെളിപാടിനെയും അതിന്റെ നാളിതുവരെയുള്ള വ്യാഖ്യാനങ്ങളെയും കൂടുതൽ മിഴിവുറ്റതാക്കാൻ ഗ്രന്ഥകാരൻ നടത്തുന്ന ശ്രമത്തിന്റെ ആത്മാർത്ഥത അഭിനന്ദനാർഹമാണ്. എനിക്കൊന്നും ഉയർച്ചയല്ല, ദൈവം ഇതിനെ അദ്ദേഹത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് ചെയ്തു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴിത് വായിക്കുന്നതും. അത് ആധികാരികമായിരിക്കാൻ വേണ്ടിയാണ് സഭയുടെ ദൈവശാസ്ത്ര കമ്മിറ്റിയിൽ ഉള്ള അതിന്റെ വക്താവ് തന്നെയായ വളരെയധികം ദൈവശാസ്ത്രത്തെ പറ്റി പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ, ഒരു അഭിവന്യ പിതാവിന്റെ അഭിപ്രായമാണ് ഇത്. മാർ ജോസഫ് പാംബ്ലാനി മെത്രാന്റെ തന്നെ. ഓക്കെ, മെഴുവിട്ടതാക്കാൻ ആത്മാർത്ഥത അഭിനന്ദനാർഹമാണ്. മനുഷ്യന്റെ പരമലക്ഷ്യമായ മോക്ഷത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ് ഗ്രന്ഥത്തിന്റെ മുഖ്യ പ്രമേയം എന്നത് തന്നെയാണ് ഗ്രന്ഥഗ്രഹണത്തെ ദുഷ്കരമാക്കുന്നത്. യഹൂദ യവന ഭാരതീയ ചിന്തകളുടെ സമഞ്ജസമായ സങ്കലനത്തിലൂടെ മോക്ഷത്തിന്റെ പരമാർത്ഥങ്ങൾ വിശദീകരിക്കുന്നു എന്നതും ഈ ഗ്രന്ഥത്തിന്റെ ആഖ്യാനത്തിലെ എടുത്തു പറയേണ്ട സവിശേഷതയാണ്. ദൈവശാസ്ത്രത്തിലോ തത്വചിന്തയിലോ ഔദ്യോഗിക പാണ്ഡിത്യത്തിന്റെ തീട്ടൂരങ്ങളൊന്നും കൈവശമില്ലെങ്കിലും ദൈവിക സത്യങ്ങളെ വിശദീകരിക്കുന്നതിൽ ഗ്രന്ഥകാരൻ പുലർത്തുന്ന കൃത്യത അഭിനന്ദനീയവും അനുകരണാർഹവുമാണ്. അതായത് ദൈവശാസ്ത്ര പഠനങ്ങളിലൂടെ അല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതനുസരിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതുന്നതെന്ന് ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയമുണ്ടല്ലോ. ഔദ്യോഗിക പാണ്ഡിത്യം അത് ഞാൻ ആത്മാർത്ഥതയോടെ ഇവിടെ എടുത്തു പറഞ്ഞതാണ്. ദൈവശാസ്ത്രത്തിലോ തത്വചിന്തയിലോ ഔദ്യോഗിക പാണ്ഡിത്യത്തിന്റെ തീട്ടൂരങ്ങളൊന്നും കൈവശമില്ലെങ്കിലും ദൈവിക സത്യങ്ങളെ വിശദീകരിക്കുന്നതിൽ ഗ്രന്ഥകാരൻ പുലർത്തുന്ന കൃത്യത അഭിനന്ദനീയവും അനുകരണാർഹവുമാണ്. മോക്ഷകവചം അനേകർക്കും മോക്ഷമാർഗവും മോക്ഷത്തെക്കുറിച്ചുള്ള ഗൌരവമായ പഠനത്തിന് നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർ ജോസഫ് പാംബ്ലാനി, തലശ്ശേരി രൂപതയുടെ സഹായമെത്രാൻ, 17/2/2018. അതെ, അദ്ദേഹം എഴുതി ഔദ്യോഗികമായി തന്നതാണ്. അതിന്റെ അകത്ത് ഞാൻ കാണുന്നത് അവിടെ ദൈവിക ഇടപെടലാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ ഇത് കിട്ടുകയില്ലെന്ന്. അതിന്റെ അകത്ത് മൗനമായി സൈലൻസായി
അത് വെളിപ്പെടുത്തുകയാണത്. ഇത് ദൈവം കൊടുത്തതാണ്. അതുകൊണ്ട് ഞാനും ഇതിനെ അംഗീകരിക്കുന്നു. നമുക്കിത് സ്വീകരിക്കേണ്ട സഭയുടെ ഇപ്പോഴത്തെ പ്രബോധന വഴികളിലോ ഒന്നുമല്ല. സഭയുടെ ഇപ്പോഴത്തെ സഭയുടെ നേർവഴി നേർരേഖയിൽ നടക്കാനുള്ള നിർബന്ധ ബുദ്ധി ഗ്രന്ഥകാരൻ പ്രവർത്തനമില്ല. എന്നാൽ വെളിപാടിനെയും അതിന്റെ നാളിതുവരെയുള്ള വ്യാഖ്യാനങ്ങളെയും കൂടുതൽ മിഴിവുറ്റതാക്കാൻ ഗ്രന്ഥകാരൻ നടത്തുന്ന ശ്രമത്തിന്റെ ആത്മാർത്ഥത അഭിനന്ദനാർഹമാണ്. ജ്ഞാനസ്നാനത്തെപ്പറ്റി പറഞ്ഞു വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് ബോധ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഇതിന്റെ അധികാര സ്ഥാനങ്ങളിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ദൈവശാസ്ത്രത്തിൽപ്പെട്ടവരോടും ഒക്കെ പറയുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ചിന്തിച്ചും വന്ന് രണ്ടാമത്തെ കൗൺസിൽ കഴിഞ്ഞ് 12 വയസ്സ് കഴിഞ്ഞിട്ട് മതി നമുക്ക് സ്നാനം കൊടുത്താൽ മതി എന്നൊക്കെ. പക്ഷേ യാഥാസ്ഥിതികർ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ വചനം പാലിക്കുവാൻ ഇനിയെങ്കിലും നമ്മുടെ സഭ 2000-ഓളം വർഷമായി ഇതിലൂടെ വിശുദ്ധരായ ആളുകൾ ജീവിക്കുന്നുള്ളതുകൊണ്ട് സഭയുടെ സ്വർഗീയമായ ചരട് മുറിഞ്ഞു പോയിട്ടില്ല. എന്നാൽ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം. അതാണ് സത്യം എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതിന്റെ ഒരു ഔദ്യോഗികമായ ഈ ഒരു അംഗീകാരവും എനിക്ക് തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് ഇടപെട്ടിട്ടുണ്ട്. അത് ഞാൻ കർത്താവിന് നന്ദി പറയും, സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയും. നന്ദിപൂർവ്വം ദൈവത്തിനു മുമ്പില് പാമ്പളാനി പിതാവിനെ ഞാൻ ഇപ്പോൾ ഓർക്കുകയുമാണ്. അദ്ദേഹത്തോടുള്ള എന്റെ കടപ്പാട്. കാരണം ഈ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ എഴുതിയതേ ഉള്ളൂ. പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു അവതരണക്കുറിപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയത്. അത് പരിശുദ്ധാത്മാവിലുള്ള ഞങ്ങളുടെ ഒന്നിപ്പാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവെന്നുള്ള വിഷയം ഞങ്ങൾ പിന്നെ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നശിക്കുകയില്ല എന്നുള്ളത് ഇതിന്റെ അകത്ത് കണ്ടെത്തിയ ഏറ്റവും വലിയ ഉദാത്തമായ കാര്യമാണ്. സംസാരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്. ഇന്നലെ വരെയും അങ്ങനെയൊന്നും അല്ല. അപ്പോ ഈ ആത്മാവെന്നുള്ള വിഷയത്തെ, ആത്മതത്വത്തെ വളരെ നന്നായിട്ട് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ടല്ലോ എന്ന് അദ്ദേഹം വാക്കാൽ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പറയാനും ഇടയായി. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തോ ആയിരിക്കുന്നത് കർത്താവിന്റെ കൃപയാലാണ്. അതുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഈ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനസ്നാനത്തെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ വായിച്ചു വന്നു. ഈ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോ മരിച്ചവർക്ക്, അതായത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടി എന്നുള്ളതാണ് കേട്ടോ അവിടെ പറയുന്നത്. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഇത് മനസ്സിലാകുന്നില്ലെന്നാണ് പറഞ്ഞത്. പൗലോസ് എന്താ പെന്തക്കോസ്ത് കോളത്തിൽപ്പെട്ട ചിലർ പറഞ്ഞ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കാം. അവരും വേണ്ട ബോധ്യത്തോടെയല്ല അങ്ങനെ മറുപടി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത് എപ്പോൾ? മനസ്സും മനസാക്ഷിയും ശരീരത്തിൽ ഭൂവാസിയായിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകളാണ്. ആയതിനാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് അറിവോടും സമ്മതത്തോടും കൂടി പുതിയ നിയമത്തിന്റെ അനുശാസനമനുസരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ടത്. ഒന്നാമത്തെ, പരിശുദ്ധാത്മാവിൽ ജ്ഞാനത്താലുള്ള സ്നാനം പ്രാപിച്ചവര് അതിനെ ഏറ്റുപറയുന്നതാണ് എന്ത്? വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം, ജലസ്നാനം. ഓക്കെ. മനസാക്ഷി ശുദ്ധിയുള്ളതാകുന്നതിന് ഉത്തിതനായ യേശുക്രിസ്തു വഴി നടത്തുന്ന പ്രാർത്ഥനയായ ജ്ഞാനസ്നാനം മരിച്ചടക്കപ്പെട്ടവർക്ക് വേണ്ടി നടത്താമെന്ന പരിശുദ്ധാത്മാ അധികാരത്താൽ നടത്തപ്പെട്ട ജ്ഞാനിയും ബുദ്ധിമാനുമായ വിശുദ്ധ പൗലോസ് എഴുതി വയ്ക്കുകയില്ല. ഇല്ല. പ്രാർത്ഥന ദൈവത്തിന് തന്നെ സമർപ്പിക്കുന്ന സമർപ്പണമാണെന്നും വിശ്വാസത്തിന്റെ പ്രകടനമാണെന്നും ദൈവമഹത്വത്തിലുള്ള പങ്കുചേരലാണെന്നുമുള്ള ആത്മീയ ആശയം ആധ്യാത്മിക പഠനങ്ങളിലുള്ളതനുസരിച്ച് മനസാക്ഷിയെപ്പറ്റി അറിവുള്ള പ്രായത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വീകരിക്കേണ്ടതിനാണ് ജ്ഞാനസ്നാനം എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. തീർത്തും പറയട്ടെ, അത് അങ്ങനെ തന്നെയാണ്. ശിശു മാമോദിസ ഒരിക്കലും തിരുവെഴുത്തിൻ പ്രകാരമുള്ള സ്നാനമാകുന്നില്ല. ഇത് രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പോലും പരോക്ഷമായി സമ്മതിച്ചിട്ടുള്ളതാണ്. സഭാവിജ്ഞാനത്തിൽ ഡോക്ടർ കൂടപ്പുഴ ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് 618 പേജിൽ സഭാവിജ്ഞാനത്തിൽ കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, അപ്പസ്തോലിക സഭകൾ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് സതുദ്ദേശസ്ഥരാണ്. പിതാവും മാതാവും കുടുംബം മുഴുവനും ചേർന്ന്
നവജാത ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന സഭയുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ യേശുക്രിസ്തു വഴി നടത്തുന്നത് പുതിയ നിയമത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്ന് പറയാൻ കഴിയും. ദേവാലയത്തിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിലും യേശു ജനിച്ചു കഴിഞ്ഞ് അവിടെ ശിശു ആയിരിക്കുമ്പോൾ അവിടത്തോടുകൂടി അവർ പോയി, അമ്മയും ഒക്കെ. അതുപോലെ നമുക്കൊരു സമർപ്പണ ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നടത്താൻ പറ്റും ദേവാലയത്തിലെത്തി. കാരണം മാതാപിതാക്കള് ആ സഭയിലുള്ളവരാണ്. അതുകൊണ്ട് കുഞ്ഞിനെ അവിടെ സമർപ്പിക്കുന്നു. എന്നാൽ ആ കുഞ്ഞ് സ്നാനം സ്വീകരിക്കേണ്ടത് പാപബോധമുണ്ടായിക്കഴിഞ്ഞ് പശ്ചാത്തപിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അയാൾ സ്വയം സ്വീകരിക്കേണ്ടത്, അല്ലാതെ മാതാപിതാക്കളിലുള്ള വിശ്വാസം കൊണ്ട് കുഞ്ഞിന് കിട്ടുമെന്ന് പറയുന്നത് തെറ്റാണ്. പച്ചമുന്തിരിക തിന്നവന്റെ പല്ല പൊളിക്കുന്നത്. പച്ചമുന്തിരിക തിന്നവന്റെ പല്ല പൊളിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്കേ ഗുണം ചെയ്യൂ. ആ വിശ്വാസം മകനിലേക്ക് കൊടുത്തു മാമോദിസ മുക്കിയെന്ന് പറഞ്ഞാലല്ല, മകളിലേക്ക് കൊടുത്തു പറഞ്ഞാൽ ശുദ്ധ അബദ്ധമാണ്. പഴയ നിയമത്തിലാണ് പറയുന്നത് ആ പുളിപ്പിനെ പറ്റി, പച്ചമുന്തിരിക്ക തിന്നുന്നതും ഒക്കെ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനു മുമ്പിലെ പ്രവാചകൻ പറഞ്ഞു, പഴയതൊന്നും നിങ്ങൾ എടുക്കണ്ട, മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടാരും വിശുദ്ധീകരിക്കല്ല, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ പറഞ്ഞ യോഹന്നാൻ പറഞ്ഞതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആ ആശയം അവിടെ കാണേണ്ടത്. കർത്താവ് അത് തന്നെ ചെയ്തു, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ വിശുദ്ധീകരിച്ചു വിട്ട് വഴി നടത്തുന്നതിന് വേണ്ടി പുതിയ നിയമത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ആ അറിവായി കഴിഞ്ഞ് പാപത്തെപ്പറ്റി ബോധമുണ്ടായിട്ട് അനുതപിച്ച് മാനസാന്തരപ്പെട്ടവരാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. സത്യമായിട്ടും അത് അങ്ങനെ തന്നെയാണ്, അല്ലാതെയല്ല. മാതാപിതാക്കൾക്ക് അവർ കത്തോലിക്ക സഭയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ മക്കൾ ജനിക്കുമ്പോഴേ അങ്ങ് കൊടുക്കുക, കുഞ്ഞൊന്നും അറിയണമെന്ന് ശുദ്ധ അബദ്ധമാണ്. എന്നിട്ട് വിശുദ്ധ കുർബാനയുടെ ആചരണവും കൂടി ഇപ്പം ചേർത്ത് ആ കുഞ്ഞിന്റെ നാവിൽ അത് കൊടുത്തതുകൊണ്ടൊന്നും അതൊരിക്കലും യഥാർത്ഥത്തിലുള്ള ജ്ഞാനസ്നാനമോ ഒന്നും ആകുന്നുമില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിൽ പരിശുദ്ധാത്മാ പ്രേരിതമായി ഞാൻ ദൈവജനത്തോട് പറയുന്നു, അതിനോട് അധികാരപ്പെട്ടവരോട് പറയുന്നു, ബന്ധപ്പെട്ടവരോട് പറയുന്നു, പിടിവാശി ഉപേക്ഷിക്കണം. ദൈവം അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നി. ഓർക്കുക, അറിവില്ലാത്തവർക്കൊന്നും ഇതുവരെയല്ല. ഇത് പഠിപ്പിച്ച് അതേ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിനു മുമ്പിൽ ഉത്തരം പറയേണ്ടിയില്ല എന്ന് വേദനയോടെ ഞാൻ ഓർക്കുന്നുണ്ട്. സ്നേഹത്തോടെയും ദൈവസ്നേഹത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ അങ്ങനെ അപ്രകാരം ചിന്തിക്കുന്നുണ്ട്. എല്ലാ സുവിശേഷ പ്രസംഗരും ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പല അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവായി സ്നാനം സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയില്ല, ആരുടെ കൂടെ പ്രാർത്ഥിച്ചാലെന്ന. അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ചില വൈദികരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, പോട്ടെ. അവർക്ക് മനസാക്ഷിയിൽ തോന്നിയപ്പോൾ അവരത് ചെയ്തു. ഇതിനെപ്പറ്റി എതിർത്ത് സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്നാനം സ്വീകരിച്ച് ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമനുസരിച്ച് അത് ചെയ്തവരല്ലേ അവർ അപ്രകാരം അനുദപിച്ചും ജലസ്നാനം നടത്തിയും വിശുദ്ധിയിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ വിധിക്കാൻ നമ്മളാരാ? എന്നാൽ അപ്രകാരം ചെയ്യാത്തവരോട് വേണമെങ്കിലും ഒന്ന് ചോദിക്കാം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. വേറൊന്നുമില്ല, ഞാൻ ഇതൊന്നും ഒന്നിനെപ്പറ്റിയും പറയാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ, ആരെയും കുറ്റപ്പെടുത്തുകയുമല്ല. ഓക്കെ, പിതാവും മാതാവും കുടുംബം മുഴുവനും ചേർന്ന് നവജാത ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് സഭയുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ യേശുക്രിസ്തു വഴി നടത്തുന്നത് പുതിയ നിയമത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്ന് പറയാൻ കഴിയും. എന്നാൽ ശിശു സ്നാനം പുതിയ നിയമവ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലെന്ന് പറയേണ്ടതുണ്ട്. അണ്ടർലൈൻ, ബോൾഡ് ലെറ്റർ. അത് ചെയ്തേ മതിയാവൂ. എനിക്ക് നീ ഇതെല്ലാം പറഞ്ഞിട്ട് നിനക്ക് ഞാൻ തന്ന ബോധ്യം എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് ദൈവത്തിനു മുമ്പിൽ അപ്രകാരം ഒരു ചോദ്യം ഉയർന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടവനാണ്. കാരണം നിങ്ങൾ ചെയ്ത നന്മയ്ക്കും തിന്മയ്ക്കും ക്രിസ്തുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ വ്യക്തിപരമായിട്ട്. അറിയാതെയാണെങ്കിലും ഒക്കെ, അറിഞ്ഞിട്ടും. ഇനിയെങ്കിലും മിഥ്യാസങ്കല്പങ്ങളുടെയും ഒരുതരം ദുരഭിമാനത്തിന്റെയും പേരിൽ ശിശുസ്നാനത്തെ സംബന്ധിച്ചുള്ള പിടിവാശി ഉപേക്ഷിക്കേണ്ടത് എത്രയോ വലിയ ആത്മീയം ആവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൂടെ ഇവിടെ എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ശിശുക്കൾക്ക് ജ്ഞാനസ്നാനം നൽകാമെന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ ബൈബിൾ വിരുദ്ധമാണ്, പുതിയ നിയമത്തിന് വിരുദ്ധമാണ്.
വിശദീകരണം ആവശ്യമെങ്കിൽ വേണ്ട വിധം അത് നൽകുവാൻ, വിളിച്ചു ചോദിക്കുന്നവരുടെ മുമ്പിൽ പറയുവാൻ ഞാൻ തയ്യാറാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മ സഹവാസത്തിലും പ്രേരിതനായിട്ടാണ് ഇത് പറയുന്നത്. പറയേണ്ടി വരികയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്കാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് പാപത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ട്, വചനത്തിനെതിരായി നിന്നാൽ ദൈവത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൽ സ്വർഗരാജ്യത്തിൽ കാണുകയും ചെയ്യും. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അജ്ഞാത ക്രൈസ്തവരെന്ന് അപ്രകാരമുള്ളവരെ വിളിച്ചിട്ടുമുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇതൊക്കെ ദൈവത്തിന് സ്തുതി. ഒന്ന് കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 29 വാക്യത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം എന്നതുകൊണ്ട് എന്താണ് വിവക്ഷ എന്ന് വ്യക്തമല്ലെന്ന് കത്തോലിക്കാ സഭ പറയുമ്പോൾ, POC ബൈബിളിൽ മേൽപ്പറഞ്ഞ വാക്യത്തെ സംബന്ധിച്ച് അടിക്കുറിപ്പ് കാണുക. എന്റെ കയ്യിലുള്ള പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അന്ന് അപ്രകാരം ചില നടപടികളുണ്ടായിരിക്കണം. ഈ പറയുന്നത് എന്താണെന്ന് വ്യക്തമാകുന്നില്ലെന്നെങ്കിലും അവിടെ പറയാൻ ഒരു എളിമ ഉണ്ടായവർക്കായി ഞാൻ നന്ദി പറയുന്നു ദൈവത്തിനു മുമ്പിൽ. പെന്തക്കോസ്താ സഭകളിൽ പെട്ട പലരും അക്കാലത്ത് അങ്ങനെ ജ്ഞാനസ്നാനം ഉണ്ടായിരുന്നു എന്ന് പ്രസ്താവിക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ല. അവരും ദൈവത്തിൽ അത് സംഗതി ഇത് പിടികിട്ടാഞ്ഞിട്ടാണ്. എന്നാൽ എളിയവനായി എനിക്ക് അവർ 2000 ആയപ്പോഴേക്കൊക്കെ ഇത് പിടികിട്ടി. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്താണ് അത് പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ അതിനും എന്നെ എതിർത്തു. ഇരുകൂട്ടരും എതിർത്തു. എന്നിട്ട് അപ്പോൾ സ്നാനം ഇങ്ങനെ വേണമെന്ന് പറയുന്നത് അവര് പ്രായമായിട്ടുള്ള സ്നാനമാണല്ലോ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ചിലരെ ന്യൂനിക്കാൻ തുടങ്ങി, ആ വിഭാഗത്തിൽപ്പെട്ടവര്. എന്നാൽ കത്തോലിക്കാ സഭ പോലെയുള്ള അപ്പസ്തോലിക സഭകള് ഞാൻ പലയിടത്തും പോയി പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പോയി ചീറിക്കടിക്കുക ചെയ്തത്. ചീരി അടിച്ചു. വിശ്വാസികളല്ല, അതിന് എന്നെ വചനപ്രസംഗത്തിലൊക്കെ വിളിച്ചവര്. ഓക്കെ. അവരുടെ കുറവുകളൊന്നും ദൈവം ക്ഷമിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമല്ലോ. പെന്തക്കോസ്ത് സഭകളിൽപ്പെട്ട പലരും അക്കാലത്ത് അങ്ങനെ ജ്ഞാനസ്നാനം ഉണ്ടായിരുന്നു എന്ന് പ്രസ്താവിക്കുവാൻ ഒരു മടിയും കാണിക്കുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പറയുന്നത് അവർക്കും അറിയുന്നില്ലെന്നുള്ളതാണ് വാസ്തവത്തിൽ വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 15-29 വാക്യത്തിലൂടെ വ്യക്തമാക്കി തരുന്നത് എന്തെന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി അവിടെ ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രണ്ടാമത്തെ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഇത് ക്രിസ്തീയ സഭ വിശ്വാസികൾക്കുള്ള പ്രത്യേക സന്ദേശമായി കണക്കിലെടുക്കേണ്ട വചനഭാഗമാണ് 1 കൊരിന്ത്യർ 15:29. ഇവിടെ 2 വിധത്തിലുള്ള മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, ഈ വാക്യത്തിൽ 2 തരം മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ മരണം മരിച്ചവർക്ക് വേണ്ടി എന്നുള്ളത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. അനുതപിച്ചവരെ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം വായിച്ചു നോക്കൂ. അതും ഇതും കൂടെ ബന്ധപ്പെടുന്നുണ്ടോ എന്ന് നോക്കൂ. ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറയാണെന്ന് അത് വെച്ച് പരിശോധിച്ചു നോക്ക്. മരിച്ചവർക്ക്, പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് മാത്രമേ സ്നാനം സ്വീകരിക്കാൻ പറ്റൂ. അത് വേണ്ട തിരിച്ചറിവായി കഴിഞ്ഞ് പാപമോചനത്തിനായി അനുതപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ സ്നാനം സ്വീകരിക്കണം. അല്ലെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കണം. കയ്യിലൊക്കെ പറഞ്ഞിരുന്നതിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. സ്നാനാർത്ഥിയും സ്നാപകനും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഡാക്കയില് 2ാം വത്തിക്കാൻ കൗൺസിൽ കണ്ടെത്തി ശിശുമാമോദിസ ഈ കൂദാശ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കൂദാശയുടെ മൂല്യത്തെ കെടുത്തിക്കളയാൻ പ്രേരകമായിരിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ മൂല്യം വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടത് ഇനിയെങ്കിലും ആവശ്യമാണ്. വൈകരുതേ എന്ന് ഞാൻ ഇതിന് ചുമതലപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുവാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഈ വാക്യത്തിൽ 2 തരം മരണത്തെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ മരണം മരിച്ചവർക്ക് വേണ്ടി എന്നുള്ളത്
പാപത്തെ സംബന്ധിച്ച് മരിച്ചവരെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ മരണം, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ എന്നുള്ളത് ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്ന മരണത്തെ സൂചിപ്പിക്കുന്നു. നമുക്ക് മരണം, മരിച്ച് നമ്മൾ പോകേണ്ടവരായതുകൊണ്ട്, സ്വർഗത്തോട് ചേരേണ്ടവരായതുകൊണ്ട് എന്നർത്ഥം. ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്ന മരണത്തെ സൂചിപ്പിക്കുന്നു. ആത്മീയ ആശയം ഗഹനമാണ്. ഇവിടെ നവസൃഷ്ടി അനുഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത് മരിച്ചവർക്ക് വേണ്ടി എന്ന് പറയുന്ന ആദ്യത്തേത്, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കും. ആ മരിച്ചവർക്ക് വേണ്ടി എന്നുള്ളത് അവിടെ പറയുന്നത് ആ പാപത്തെ സംബന്ധിച്ച് മരിച്ചവർ എന്നുള്ളതാണ്. 6-ാം അധ്യായം റോമക്കാർക്ക് എഴുതിയ ലേഖനം കാണുക. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർ അവർ മരിക്കുമ്പോൾ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മുടെ ശരീരസംബന്ധമായ മരണത്തെയാണ്. ജീവൻ വേർപെട്ടു പോയിട്ട് അവർക്ക് ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി അതിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അപ്പോൾ ഉയർപ്പിന്റെ മക്കളാകുന്നതിന് വേണ്ടിയാണ് ജ്ഞാനസ്നാനം. ഞാൻ ഉയർപ്പിന്റെ മകനാണ്, മകളാണെന്ന് സർവ്വലോകത്തോടും പ്രപഞ്ചത്തോടും ദൈവസന്നിധിയിലും ഏറ്റുപറയുന്ന വലിയ ഒരു ദൈവിക പദ്ധതിയും അതിന്റെ അനുഭവവും നടത്തിപ്പുമാണ് ജ്ഞാനസ്നാനം എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ആദ്യമേ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ, അതായത് ശരീരത്തിൽ നിന്ന് വേർപെട്ടുന്നവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി എന്ന് പറയുന്നത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ പാപത്തെ സംബന്ധിച്ച് അനുദപിച്ച വ്യക്തിക്ക് ഉയർപ്പിൽ അവകാശം ലഭിക്കുവാനതിനെ ഉറപ്പിക്കുന്ന മുദ്രയാണിത്. അനുദപിക്കുമ്പോൾ നമ്മൾ ഉയർപ്പിന്റെ മക്കൾക്കുള്ള അവകാശം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗം അതിനെ മുദ്രയിടുന്നത് ഈ ജ്ഞാനസ്നാനം തിരിച്ചറിവായി കഴിഞ്ഞിട്ട് ജ്ഞാനസ്നാനം ചെയ്യുന്നതിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കണക്കാക്കുന്നു. അനേകർക്കും മനസ്സിലായി. എന്നോട് ഇതിന്റെ പേരിൽ ഒത്തിരി പേര് എന്നെ നിഷേധിച്ച പെന്തക്കോസ്ത് ഗ്രൂപ്പും പിന്നെ കത്തോലിക്കാ സഭയിലുള്ള ചിലരെങ്കിലും, ചില വൈദികര് പോലും സമ്മതിച്ചു, ഇതിങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണോ എന്നൊക്കെ എന്നോട് നമ്മൾ സംസാരിച്ചിരിക്കും, പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഇരിക്കട്ടെ. അത് എന്നിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടും തങ്ങളുടെ പിടിവാശിയിൽ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയുന്നെങ്കിൽ അതല്പം ദൈവസന്നിധിയിൽ നേരെ നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നവർ, അതിനെ കൊണ്ടു നടക്കാനായി ഞങ്ങളാണിത് നടത്തുന്നതെന്ന് പറയുന്നവർ അത് യഥാർത്ഥത്തിൽ വചനമനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ടവർ ചെയ്യണം. ഏതായാലും ഇതിന് പാപ്പളാനി പിതാവ് ഇതും വായിച്ചിട്ടാ ഇപ്രകാരം സഭയുടെ നേർവഴി ചിന്തകളിൽ അല്ലെങ്കിലും ഇത് അഭിനന്ദനീയമാണ്, അനുകരണാർഹമാണെന്നൊക്കെ പറഞ്ഞത്. അതിനെയും ഇത് കേൾക്കുന്ന അഭിമന്യരായവരും സഭയുടെ നടത്തിപ്പുകാരും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണുകയും ചെയ്യട്ടെ സത്യത്തെ, വചനത്തെ. ഈ വാക്യത്തിൽ രണ്ടുതരം മരണത്തെപ്പറ്റി പറയുന്നുണ്ട്. ആദ്യത്തെ മരണം, അതായത് മരിച്ചവർക്ക് വേണ്ടി എന്നുള്ളത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവരെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ മരണം, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് ശരീരത്തിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടുന്ന മരണത്തെ സൂചിപ്പിക്കുന്നു. ആത്മീയ ആശയം ഗഹനമാണ്. ഇവിടെ നവസൃഷ്ടി അനുഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആദ്യം പറഞ്ഞ പാപത്തെ സംബന്ധിച്ച് മരിച്ചവരെ പറ്റിയാണ്. പാപത്തെ സംബന്ധിച്ച് മരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ഫലമായി ആത്മാവിൽ വീണ്ടും ജനിക്കുകയാണ്. എന്താ? ജഡത്തിലുള്ള ജീവിതം വിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ വെളിച്ചത്തിൽ വീണ്ടും ജനിക്കുകയാണ്. ഇത് വചനശക്തിയാലുള്ള വീണ്ടും ജനനമാണ്. അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ആ വീണ്ടും ജനന അവസ്ഥയെ മുദ്രയിടുകയാണ്. ഇത് ജലത്താലും എന്ന് പറഞ്ഞാൽ വചനത്താലും പരിശുദ്ധാത്മാവിനാലുള്ള ജനനമാണെന്ന് മനസ്സിലാക്കി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വ്യക്തി ക്രിസ്തുവിനെ ധരിക്കുന്നു. ഗലാത്യർ 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ വായിക്കണമേ. റോമാലേഖനം 6-ാം അധ്യായം പ്രാർത്ഥനാപൂർവ്വം മനസ്സിരുത്തി വായിച്ചാൽ മരിച്ചവർക്ക് വേണ്ടി ഉള്ള ജ്ഞാനസ്നാനത്തെപ്പറ്റി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നുള്ളത് വാസ്തവമായിരിക്കുന്നു, സ്വർഗീയ സത്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ സത്യമാണ്. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിന് ജീവിക്കുന്നത് എങ്ങനെ? 6-ാം അധ്യായത്തിലാണ്. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോടെ ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇത്
റോമർ ലേഖനമാണ് ഞാൻ ഈ വായിക്കുന്നത് കേട്ടോ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. യേശു മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും നമ്മൾ ഐക്യപ്പെട്ടവരായിരിക്കും, ഉയർപ്പിന്റെ മക്കൾ. അതിനാണ് പൗലോസ് പറഞ്ഞത്, ഇത് ദേഹത്തെ മാലിന്യം കഴുകിക്കളയുന്നതിനല്ല, പിന്നെ ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. പിള്ളകളിയല്ല, തമാശല്ല. ഉത്ഥാനത്തിന്റെ മുദ്ര പതിച്ച് ഉയർപ്പിക്കപ്പെട്ട കർത്താവിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഉത്തിതനായ മെശിഹായ്ക്ക് ഞാൻ പൂർണ്ണമായും വിധേയപ്പെടുമ്പോൾ ഉത്തിതനായ മെശിഹ എന്നെ പൂർണ്ണമായി ഉള്ളത്തിൽ സ്വീകരിച്ച് കൃപയുടെ വസ്ത്രം ധരിപ്പിച്ച് എന്നെ ദൈവിക സിംഹാസനത്തോട് ചേർത്ത് യേശുക്രിസ്തു വഴി ഇരുത്തുകയാണ്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. എത്ര മഹത്വപൂർണമായ ഒരു ശുശ്രൂഷയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. റോമർ 6:2-6 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ മഹാഭാഗ്യം എന്താണെന്ന് മുകളിൽ കുറിച്ച വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് നിങ്ങൾക്ക് പുസ്തകമുള്ളവർക്ക് വീണ്ടും വീണ്ടും മനസ്സിലായില്ലേ വായിക്കാം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് ചോദിച്ച്. ഇത് തടസ്സപ്പെടുത്തുന്ന മുഴുവൻ സാത്താന്യ ശക്തി. അവിടെ അന്ധകാരത്തിന്റെ പിടുത്തമുണ്ട്. അനേകരും കരുതുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ വൈദികരാണ്, ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നു, മറ്റുള്ളവരെ ഉപദേശിക്കാനാണ് ഞങ്ങൾ നടക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവരെയും പിശാച് ചെറിയ നൂലിലൊക്കെ ബന്ധിച്ചിടും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സെമിനാരിയിൽ പഠിച്ച അല്ലെങ്കിൽ സന്യാസാശ്രമങ്ങളിൽ പഠിച്ച് ഏത് ഇതിൽപ്പെട്ടവരാകട്ടെ, അവർക്ക് അവിടെ ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള ചില മൗനം ദീക്ഷിക്കാനും ഉള്ളിൽ മുഴുവൻ എരിഞ്ഞു കത്തുന്ന വിരോധവും ശത്രുതയും കാണും, മിണ്ടുകല്ല. എന്നിട്ട് ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കും, ഉള്ളിൽ കടിച്ചു പിടിച്ചോണ്ടാ. ആ കടിച്ചുപിടിപ്പ് ശരിയല്ലെന്ന് നമ്മുടെ CJ വർക്കിയച്ചന്റെ ജസ്യൂട്ട് ഫാദറായിരുന്ന കൊളത്തുവല്ലി അച്ഛനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. CJ വർക്കിയച്ചന്റെ മനുഷ്യനാകൂ വിശുദ്ധനാകൂ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഞാൻ അതിന്റെ അകത്താണ് കണ്ടത്, പെട്ടെന്നൊന്ന് കോപിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് കോപവും വെറുപ്പും ഉള്ളത്തിൽ അമക്കിയിരുന്ന് നീറുന്നവരാണ് യഥാർത്ഥത്തിൽ അവരാണ് ദൈവത്തോട് ചേർന്നിരിക്കാത്തതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കോപമൊക്കെ ഉണ്ടാകുന്നതാണ്, വെറുപ്പുണ്ടാകുന്നതാണ്. ഞാൻ പൊതുവെ ഒരു കോപിഷ്ട പ്രകൃതിയിൽ ഉള്ള പൂർവികരുടെ നിന്ന് വന്ന ജനതികമായി അങ്ങനെയുള്ള ആളാണ്. ഇപ്പോഴും അതെനിക്കൊരു ബന്ധനമായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അകത്ത് ഒട്ടും ആകുലപ്പെടുന്നില്ല. അപ്പൊ ചിലരൊക്കെ പറയും ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, ധ്യാനവും പറഞ്ഞു ഇതൊക്കെ എഴുതിയിട്ടും ഇതുവരെ ഇതെന്നെ മായ്ച്ചു കളയാത്തത്. അതെനിക്ക് ദൈവം തന്നിരിക്കുന്നതാണ്, എന്റെ ബലഹീനത അറിയുവാൻ. പൗലോസ് പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ തിന്മ ചെയ്യുന്നു പോകുന്ന ദുർഭകനായ മനുഷ്യനാണ്, ഇനി എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ തന്നെ പറയാണ്, എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്, നിനക്ക് എന്റെ കൃപ മതി. നമ്മള് പിന്നെ പൗലോസപ്പസ്തലനും പറയുന്നു, എനിക്ക് ഒരു മുള്ളുണ്ട്. എന്തിനാത്? എനിക്ക് ഇങ്ങനെയുള്ള വെളിപാടുകൾ കിട്ടുന്നതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കാനാണ്. ഞാൻ പൗലോസപ്പസ്തലനെ നോക്കുമ്പോൾ സുവിശേഷത്തിനായി ജീവിച്ച് സുവിശേഷത്തിനായി മരിച്ച് ജീവിതം മുഴുവനും അദ്ദേഹം അപ്രകാരം ദൈവത്തിനായി സമർപ്പിച്ച കഷ്ടതകളിലൂടെയും നേരിട്ടിരുത്തി എല്ലാം കടന്നുപോയെങ്കിൽ ആ സുവിശേഷത്തിന്റെ വെളിപാടുകളിലൂടെ പോയ അദ്ദേഹം ആത്മീയതയുടെ എത്രയോ ഉന്നതങ്ങളിൽ പറക്കുന്ന ഒരു ആത്മീയ സ്വർഗത്തിലേക്ക് പറക്കുന്നയാളാണ്. എത്രയോ ഉന്നതങ്ങളിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ഇങ്ങ് താഴെ പറക്കുന്ന ഒരു ചെറു പക്ഷിയാണ്. പക്ഷേ വെളിപാട് പരിശുദ്ധാത്മാവിലൂടെ വരുമ്പോൾ അത് വെളിപാട് തന്നെയാണ്. എനിക്ക് ദൈവം തന്നതല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് സ്വർഗീയമായ വെളിപാടുകളാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്നവരുമുണ്ട്. അപ്പോഴും എന്നിൽ ഈ കുറവുണ്ട്. അതെന്തിനാ? എനിക്കൊരു മുള്ളു വേണം ഞാൻ അങ്ങനെ അഹങ്കരിക്കാതിരിക്കാൻ. ഞാൻ അതുകൊണ്ട് എന്റെ കോപ സ്വഭാവം എപ്പോൾ പുറപ്പെട്ടാലും അത് അന്ന് തന്നെ എന്റെ വീട്ടിലുള്ളവരാണേലും പിള്ളേരോടാണേലും പുറത്തുള്ളവരോടാണേലും എന്റെ ഉപദേശക തലത്തിലുള്ളവരോടാണേലും ഏതെങ്കിലും തരത്തിൽ കോപിച്ചു പോയാൽ ക്ഷമ പറയാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഇല്ല, അത് ഫോണിലാണേലും പറയും. പണ്ട് മുതലുണ്ട്. സ്നാനപ്പെട്ട ഉടനെ ഞാൻ മനസാന്തരപ്പെട്ട ഉടനെ ആദ്യമേ ചെയ്ത കാര്യം, ഞാൻ വെറുത്തിരുന്നവരെ ഞാൻ വേദനിപ്പിച്ചവരുടെ അടുത്ത് പോയി കാറിൽ കൊണ്ട് പോയി ഞാൻ എല്ലാവരെയും കണ്ടും ഫോണിൽ വിളിച്ചു ക്ഷമ ചോദിക്കായിരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. എന്നെ വെട്ടിക്കൊല്ലാൻ ചെത്തുകത്തിക്കൊണ്ട് ആഞ്ഞു വീശിയവന്റെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്തുകൊണ്ടാണ് എന്നെ പേടിച്ച് നടക്കുന്നത്? ആ വ്യക്തി കുറച്ച് മോശമായ രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നു.
അയാള് എന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ എനിക്ക് എന്റെ ഒരു ജോലിക്കാരനുമായിരുന്നു. അപ്പം അയാൾ കുറെ പണം കൊണ്ടുപോയി. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടിട്ടൊന്നുമില്ല. നീ എന്തി അത് തരാത്തെന്ന് ചോദിക്കുകയും ഇപ്പൊ വേറെ എന്റെ ഒരു നല്ല സ്നേഹിതനൊരു കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്നു ഞാൻ. എന്റെ കൂടെ അല്പം മദ്യം നല്ല വെള്ളവുമായിരുന്നു. അവസാനം ഒരു മേമ്പടി വെക്കാനായിട്ടെന്ന് പറയും പഴയ മലയാള ഭാഷയിൽ, സാഹിബ് സോറി, അവിടെയുള്ള ഒരു ഒരു ചായക്കടയിലോ മറ്റോ കയറിയപ്പോൾ തൊഴിലാളികളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോഴാണ് ഇത് ചോദിച്ച ഉടനെ അവന് അവിടുന്ന് അറ്റ അലർച്ചയോടുകൂടി അലറിയിട്ട് അവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നോക്കുക, അവൻ അവിടെ ചെത്തുകാരന്റെ ചെത്തി വലിച്ചുവിരി. എന്റെ ഡ്രൈവർ അവിടെ നിപ്പുണ്ട്. നോക്കിയപ്പോൾ അവൻ അറിഞ്ഞും പുറഞ്ഞും വിട്ടുക. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും വിട്ടുകൊള്ളാതെ എന്റെ കർത്താവ് ദൂതന്മാരെ നിർത്തി കാവൽ കൊണ്ടു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നു. കാരണം രക്ഷിക്കപ്പെടാനുള്ളവർക്ക് കാവലും തുണയുമായി ദൈവദൂതന്മാരെ ദൈവം നിർത്തിയിട്ടുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹം ഇന്നില്ല, പോട്ടെ. ഞാൻ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ എന്റെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരിടവഴിയിലൂടെ ആ മനുഷ്യൻ ഇറങ്ങി വരുന്നു. അവൻ എന്നെ കണ്ടപ്പോഴേ ഞെട്ടി. കാരണം ഞാൻ മഹാറൗഡിയായിരുന്ന മനുഷ്യനാണ്. ആരെയും വീട്ടിൽ കയറി തല്ലുന്നവനായിരുന്നു. ശരിയല്ലാത്ത പ്രവൃത്തി ചെയ്താൽ മറ്റുള്ളവർക്ക് വേണ്ടിയാ, എനിക്ക് വേണ്ടി ഞാനത് ചെയ്തിട്ടുമില്ല. ദൈവമേ, ഞാൻ എന്റെ മഹാപാപത്തിന്റെ അവസ്ഥയെ ഞാനിപ്പോൾ നിങ്ങളുമായി അല്പം തുറന്നു തരിക. ആ മനുഷ്യൻ അതിലെ ഇറങ്ങി വരുന്നപ്പോൾ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി. ഞാൻ കാറ് നിർത്തിയിരിക്കുന്നു. ഉടനെ ഞാൻ എന്റെ കൈയ്യ് അവിടെ ഗ്ലാസ്സിനകത്ത് അദ്ദേഹം വെച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തിനാ എന്നെ കണ്ട് ഞെട്ടുന്നത്? ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യല. എടാ, ഞാൻ ഇന്ന് ആ പഴയ മനുഷ്യനല്ല. നീയൊക്കെ എന്റെ കൂടെ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ജോലിക്കാരനായിരുന്നു. എല്ലാ തരത്തിലും നീ എന്റെ കൂടെ നടന്നവനാണ്. അന്നും നീ എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. തുറന്നു പറയരുത്. പക്ഷെ എനിക്കത് അന്ന് പ്രശ്നമല്ല, ഇന്നും പ്രശ്നമല്ല. നീ എന്നെ വെട്ടിയതും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ്. ഞാൻ അവന്റെ കരം പിടിച്ചു. അവനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവന്റെ പേര് ഞാൻ പറയല, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അവിടുത്തെ രക്തത്തിൽ ഞാൻ സഹോദര നിന്നെ സ്നേഹിക്കുകയാണ്. നീ ഇനിയും ഈ വക കാര്യങ്ങളൊക്കെ വിട്ടു പോകണം. അങ്ങനത്തെ തിന്മകളിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞു. ഞാൻ ഈ കാറിന്റെ സൈഡിലേക്ക് വെച്ചിരുന്ന ആ ഗ്ലാസ് പോർഷൻ താത്തിട്ടിരുന്നുകൊണ്ട് അവിടെ വെച്ചിരുന്ന കയ്യിൽ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്ന് സംസാരിച്ചു. ഞാൻ നോക്കുമ്പോൾ എന്റെ കയ്യിൽ 2 തുള്ളി കണ്ണുനീര് വീണു. ആ കണ്ണീര് ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ആ വ്യക്തി ഈ ഭൂമിയിലില്ല, എങ്കിലും ദൈവസന്നിധിയിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഞാൻ അവന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരായിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് നമ്മളൊരു സാക്ഷ്യമാകേണ്ടതുണ്ട്. അതെ, ഞാനിത് പെട്ടെന്ന് സാന്ദർഭികമായി വന്നപ്പോൾ അത് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവുമായി ചേരാനൊക്കെയില്ല. അതുകൊണ്ടാണ് എനിക്ക് കോപപ്രകൃതിയുണ്ട്. പക്ഷേ ഞാനതൊരു പാപാവസ്ഥയായിട്ട് ഇപ്പൊ കരുതുന്നില്ല. എനിക്ക് കൂടുതൽ കൃപ ലഭിക്കാൻ വേണ്ടി ദൈവം തന്ന ഒരു ഒരു അനുഗ്രഹമായി ഞാൻ അതിനെ സ്വീകരിച്ചിരിക്കുക. കാരണം ഞാൻ കോപിക്കുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യല്ലേ, ഇവനെന്നാ ഒരുത്തന, പുസ്തകം എഴുത്തുമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലായിട്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ഒക്ടോബർ മുതൽ എന്റെ കോപം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ കൂട്ടത്തിൽ ഭാര്യയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ പേടിയായിരുന്നു. എന്റെ മക്കളെല്ലാം ഞാൻ കുഞ്ഞുങ്ങളെ തല്ലിയിട്ടേയില്ല ഒരിക്കലും. എന്നാലും അവർക്ക് എന്നെ പേടിയാ, എന്റെ കോപ സ്വഭാവം. ഞാനത് വിലപിച്ച് കരഞ്ഞു. ഇന്ന് മക്കൾക്കും എന്റെ കോപ സ്വഭാവത്തെ പറ്റി ആക്ഷേപമില്ലാതെ അപ്പച്ചന്റെ സ്വഭാവമല്ലേ എന്ന് പറഞ്ഞ് അവർക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എന്തെങ്കിലും കോപിച്ചാൽ പിറ്റേ ദിവസം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും കേട്ടോ, ഇച്ചിരി മുട്ടായി, പിന്നെ അല്ലെങ്കിൽ ഒരു 100 രൂപ നോട്ട് എടുത്ത് മുട്ടായി വാങ്ങി പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. അത് മറ്റൊരു തരം എന്റെ സ്വഭാവമാണ് ഞാൻ ഈ പറയുന്നത്, മറ്റൊന്നിനുമല്ല. നമ്മളിൽ കുറവുകളും കുറ്റങ്ങളും കാണും. പക്ഷെ അതിനെ ഓർത്ത് ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും, കോപം, താപം, എന്നാൽ കോപിച്ചുകൊള്ളുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ കോപം നീ അടക്കിയിരിക്കണം. അത് ഏറ്റുപറയണം. കോപിച്ചവരോടും ഏറ്റുപറയണം. കാരണം നീ ആ രാത്രിയിൽ ഉറങ്ങാൻ പോവുക, പിന്നെ നീ ജീവിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് നിന്റെ കോപം അവസാനിപ്പിക്കണം. ക്ഷമ പറയണം കോപിച്ചവരോട്. തീർച്ചയായിട്ടും കിടക്കുന്നതിന് മുമ്പ്. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് പറയുകയാണ്. മറ്റൊന്നിനുമല്ല, എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും നടത്തുന്ന ദൈവം എനിക്ക് ചില ബോധ്യങ്ങൾ തരുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുകയും
സ്വയം ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ചില വികാരങ്ങൾ പുറത്തുവിടാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ പറ്റിയാണ് വർക്കിയച്ചൻ CJ വർക്കിയച്ചൻ പറഞ്ഞത്. ഒന്ന് കോപിക്കാൻ കഴിയുന്നവർ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നവർ പരിശുദ്ധാത്മാവിലാണ് ഇരിക്കുന്നത്. പറയാൻ കഴിയാതെ തങ്ങളുടെ മഹത്വം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ഭയന്നിരിക്കുന്നവർ ദൈവിക നടത്തിപ്പിലല്ല. മനുഷ്യനാകൂ വിശുദ്ധനാകൂ എന്നുള്ള പുസ്തകത്തിൽ ഞാൻ വായിച്ചത് എനിക്കൊരു വലിയ സന്തോഷമായി. അത് ദൈവം എനിക്ക് അനുവദിച്ചു തന്ന പുസ്തകമാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇത് കേൾക്കുന്നവരെ ഓർക്കുക, കോപിക്കാനല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴെങ്കിലും ഒന്ന് കോപിച്ചു പോയോ? എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടോ? അതെല്ലാം ക്ഷമിക്കുകയില്ലെന്നോ അങ്ങനെ ഒരു പ്രകൃതി നിന്റെ ജഡത്തിലുള്ളത് കൊണ്ട് നീ കർത്താവിലല്ലെന്നോ കരുതരുത്, നിരാശപ്പെടുത്തരുത്. മുന്നോട്ട് പോവുക. ക്രമേണ അതെല്ലാം കർത്താവിന്റെ രക്തത്താൽ മാഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. മരണസമയത്ത് നമുക്ക് ശാന്തതയോടെ മരിക്കാനും പറ്റും. പക്ഷെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് തുറന്നു പറയാതെയോ ഐക്യപ്പെടാതെയോ ഇരുന്നാൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല, ആരെയും വിധിക്കാൻ. ഇത് നീ ഇപ്രകാരമായിരിക്കണമെന്ന് പറയാനും നമുക്ക് അവകാശമില്ല. എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു, അതിനായി ദാഹിച്ച് ദൈവത്തിന്റെ പിന്നാലെ നടക്കുമ്പോഴും കുറവുകളും കുറ്റങ്ങളും നമ്മളിലുണ്ടെങ്കിൽ അത് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്നതാണ്. എന്തിനാ? വിനയത്തോടെ ജീവിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ സ്തുതി. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തെറ്റായി അതിന്റെ അകത്തെ നന്മയെടുക്കുക. കോപിക്കുന്നത് നല്ലതല്ല. കോപപ്രകൃതി അടക്കി വാടാൻ ചിലപ്പോൾ ചില ജനിതകമായിട്ടുള്ള ചില കാരണവന്മാരുടെയൊക്കെ ജനിതകമായ അവസ്ഥയുള്ളവർക്ക് കോപം വരികയില്ല. പക്ഷെ അവരിൽ അസൂയ കാണും, അഹങ്കാരം കാണും, അതെല്ലാം കാണും. പക്ഷെ കോപമില്ല, ഒരു കോപം കാണുകയില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ അത് കൂടുതലും ഈ സന്യാസാശ്രമങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക്, ക്രിസ്ത്യൻസിന്റെ മാത്രമല്ല പറയുന്നത്, അങ്ങ് അവർക്കൊരു ട്രെയിനിങ് വരിക. സെമിനാരികളിലൊക്കെ പഠിക്കുന്ന ഒരു കുറെ വർഷക്കാലം 13 വർഷത്തോളം ഉണ്ട്. അവിടുന്ന് ഒരു ചട്ടക്കൂട്ടിലാണ് ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. അത് ട്രെയിൻഡല്ല, സ്വാഭാവികമായി നമ്മുടെ ഉള്ളിലുണ്ടാകുന്നതാണ് വിശുദ്ധീകരണത്തിന്റെ പദ്ധതി. ദൈവത്തിന് സ്തുതി. അപ്പോ 6-ാം അധ്യായത്തിന്റെ അവിടെ 6-ാം അധ്യായത്തിൽ റോമക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിച്ചു വന്നതിനോട് തുടരാൻ, പറഞ്ഞു വന്നതിനോട് തുടരാം, പങ്കുവയ്പ്പിനോട് തുടരാം. 6-ാം പുനരുത്ഥാനത്തിൽ ഐക്യപ്പെട്ടവരായിരിക്കും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-6. അപ്പം പാപത്തെ സംബന്ധിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ പാപം നമ്മള് എല്ലാ ദിവസവും അത് നമുക്ക് കഴിക്കും. അതുകൊണ്ടാണ് മരണത്തെ ഞങ്ങളുടെ ജഡത്തിൽ സംഭവിക്കാമെന്ന് പൗലോസും പറഞ്ഞത്. അപ്പൊ പൗലോസിനും ഉണ്ടായിരുന്നത് എല്ലായ്പ്പോഴും ഞങ്ങൾ ജഡത്തിൽ സംഭവിക്കുകയാണ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ അപാകത പറ്റാത്തവരാരും ലോകത്തിലില്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിലല്ലെന്നോ കർത്താവിൽ നിന്ന് അകന്നു പോയെന്നോ തോന്നിക്കുന്നെങ്കിൽ അത് പിശാച് തോന്നിക്കുന്നതാണ്. ഒരിക്കലുമില്ല. കർത്താവ് നമ്മളെ കയ്യിൽ വഹിച്ചിരിക്കുന്നതാണ്. മനുഷ്യപ്രകൃതി മരണം വരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരുമുള്ള അസൂയ, സ്പർദ്ധ, കോപം, അഹങ്കാരം, ഇപ്രകാരമുള്ള ജഡപ്രവണതകളൊക്കെ. എങ്കിലും ക്രിസ്തു നിന്നെ എപ്പോഴും ജീവിക്കുന്നുകൊണ്ട് നമ്മുടെ ആത്മാവോട് ചേർന്ന് ജഡത്തെ വിട്ട് ഉപേക്ഷിച്ച് ആത്മാവിന് നേരെ തിരിഞ്ഞ് ആത്മാവിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ടെന്ന് അതും നമുക്ക് പൗലോസ് പുസ്തകം വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെറിയ കുറവുകൾ സ്വഭാവത്തിലുണ്ടാകുന്ന ജനിതകമായിട്ട് വന്നതുമൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നോർത്ത് നമ്മൾ പേടിക്കണ്ട. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, പാപത്തെ സംബന്ധിച്ച് അനുദപിച്ചെന്ന് പറഞ്ഞാൽ മഹാപാപത്തെ സംബന്ധിച്ച് ദൈവത്തെ നിഷേധിച്ചതിനെയൊക്കെ ഓർത്ത് അനുദപിച്ച് ദൈവത്തോട് രമ്യതപ്പെട്ട് കർത്താവുമായി ഐക്യപ്പെട്ട് ക്രിസ്തുവിലായി തീർന്നവർ സ്നാനപ്പെടണം. അതാണ് പറഞ്ഞു വന്നത്. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തിയുടെ മഹാഭാഗ്യം എന്താണെന്നാണ് മുകളിൽ പറഞ്ഞ വാക്യങ്ങളിലൂടെ ഞാൻ ഇത് വിശദമാക്കി തരാൻ ദൈവം എന്നെ സഹായിച്ചതെന്ന് പറയട്ടെ. ഈ വാക്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. കൂടുതൽ അറിയുവാനും കേൾക്കുവാനുമുള്ളവർ, ഈ കേൾക്കുന്നവർ വീണ്ടും ഇത് കേൾക്കാം, ഇല്ലെങ്കിൽ ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് അത് വായിക്കാം. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്കുള്ളതാണ് ശുദ്ധ മനസാക്ഷിക്കായിട്ടുള്ള ജ്ഞാനസ്നാനം. അതായത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്കുള്ളതാണ് ജ്ഞാനസ്നാനം എന്നാണ് പരിശുദ്ധാത്മ ശക്തിയിൽ വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 29-ാം വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആത്മീയ കാര്യമായിട്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15:31 സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഓരോ ദിവസവും പാപത്തെ സംബന്ധിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശാരീരികമായിട്ടും മരണത്തിന്റെ അവസ്ഥകൾ പുള്ളിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ സുവിശേഷ സംബന്ധമായ ജീവിതത്തിൽ നമുക്കാർക്കും അത് ഉണ്ടാക്കുന്നില്ലല്ലോ. മനസ്സിനെ കൊല്ലുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിനെയും ചിന്തകളെയും നമ്മളെ ക്രൂശിക്കുന്ന തരത്തിൽ
ഇവൻ പിശാചിന്റെ പദ്ധതിയിലായി പ്രസംഗം നടത്തുന്നത്, രോഗശാന്തി നടത്തുന്നതൊക്കെ എന്നെപ്പറ്റി വിധി എഴുതിയവരുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നപ്പോൾ കണ്ടോ പൊട്ടി തകർന്നത്. ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്ത ഒത്തിരി ആളുകളുണ്ട്, എല്ലാ സഭാ വിഭാഗങ്ങളിലും ഉണ്ട്. അന്ന് എന്നോട് അടുത്തു വരാതെ പണമുള്ള കാലത്ത് ഒത്തിരി പേര് കൂടി നടന്നെങ്കിൽ പിന്നെ അടുത്തു വരാത്തവരുണ്ടായി, വിധിക്കുന്നവരുണ്ടായി. അവിടെയൊക്കെ സഹനമുണ്ടായിരുന്നു. ആ സഹനത്തിൽ ഞാൻ ദൈവത്തോട് കൂടുതൽ ചേർന്നു. പൊട്ടിത്തകർന്ന് എല്ലാം പോകുന്ന അവസ്ഥയിൽ വലിയ വീടും ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വീണ്ടും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് കർത്താവ് എനിക്ക് തന്നു. അതില് വസ്തുവകളും തന്നു. ഞാൻ ജനിച്ച നാട്ടിലേക്ക് 20 വർഷം കൂടി എന്റെ മാനസാന്തരത്തിന് ശേഷം തിരിച്ചു വന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് ആ വിലയ്ക്കനുസരിച്ച് എനിക്കൊരു സ്ഥലം കിട്ടി നാട്ടില് പ്രാർത്ഥിച്ചപ്പോൾ. അവിടെ 4200 സ്ക്വയർ ഫീറ്റ് ഒരു വീടും പണിത് മക്കളുടെ വിവാഹവും നടത്തി 8 ഏക്കറോളം സ്ഥലത്ത് ഞാൻ താമസിച്ചു വന്നു. ആ സമ്പത്ത് എനിക്ക് ദൈവം തന്നത് എന്തിനായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൂടുതൽ പരിപോഷിപ്പിച്ച് പരിശുദ്ധിയിൽ നടത്തുമ്പോൾ, എനിക്ക് കടങ്ങളും ബാധ്യതകളും വരുമ്പോൾ മനുഷ്യരാരുമല്ല മകനെ, നിനക്ക് തന്നതുകൊണ്ട്, ഞാൻ തന്നതുകൊണ്ട് നീ വീട്ടിയിട്ട് സ്വസ്ഥമായിട്ട് പൊക്കോളാനാണ്. അങ്ങനെ അത് തകർന്നു വന്നപ്പോൾ ഞാൻ പലരും എനിക്ക് എന്നെ കൊണ്ടുനേൽപ്പിച്ച കാശ് പോലും 5 ലക്ഷം രൂപ തന്നവൻ കള്ളക്കേസ് പറഞ്ഞ് കോടതിയിൽ വന്ന് 5 ലക്ഷം തന്നവൻ പാലിശ ഞാൻ ഒപ്പിട്ട് കൊടുത്ത വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ വ്യക്തി പറയുന്നില്ല, ഞാൻ പേരും പറയുന്നില്ല, ഒപ്പിട്ട് കൊടുത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നാട്ടിൽ, നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പോ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തതിന്റെ അകത്ത് കള്ളപ്രമാണം ഉണ്ടാക്കി വിധിയെടുത്ത് 27 ലക്ഷം രൂപയും അതിന്റെ പലിശയും വിധിച്ച് 34 ലക്ഷം രൂപ കൊടുക്കാൻ കോടതി അദാലത്തിൽ ആ വ്യക്തി അദ്ദേഹം പറഞ്ഞത്, അത് കിട്ടാതെ ഞാൻ ഇതിന്റെ അകത്ത് അദാലത്തിൽ കോംപ്രമൈസിലില്ല. ബാക്കിയുള്ളവർക്ക് എന്റെ കേസ് കോടതി മുഖാന്തരം വിറ്റപ്പോൾ 2 കോടി രൂപയ്ക്ക് മുകളിൽ വിലയ്ക്ക് ലേലത്തിൽ പോയി ഒരു പോർഷൻ. അപ്പൊ എല്ലാവർക്കും കൊടുക്കാനുള്ളത് ദൈവം തന്നു. കടം വന്നെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തു. എനിക്ക് വീട്ടിൽ തരാൻ മുൻകൂട്ടി കണ്ട എന്റെ അപ്പൻ, എന്റെ സ്വർഗസ്ഥനായ അപ്പൻ അത് അന്നേ കണ്ടു. നീ അപമാനിതനാകുകയില്ല. അങ്ങനെ ആ നുറുക്കപ്പെട്ട സന്ദർഭത്തിലാണ് കർത്താവ് എന്നെ കൂടുതൽ തേച്ചു മിനുക്കി ഈ വക വെളിപ്പാടുകളും എല്ലാം തന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയോടെ ഞാൻ കർത്താവിനോട് ചേർന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാക്ഷ്യമായി പറയുകയാണ്. അത് എന്റെ ടെസ്റ്റിമണിയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ അത് ദൈവം അനുവദിക്കുന്നെങ്കിൽ മാത്രമെന്നും കൂടെ പറയട്ടെ. അങ്ങനെ വന്ന് ആ സന്ദർഭത്തിലാണ് ഞാൻ ദൈവത്തെ കൂടുതൽ അറിഞ്ഞത്. എന്നോട് കൂടെ നിന്നവർ പലരും എന്നെ വിട്ടുപോയി. എന്നെ ഇടയനെ അടിച്ചു ആടുകൾ ചെതറിയെന്ന് പറഞ്ഞ പോലെ എന്റെ പണം കണ്ട എന്റെ കൂടെ കൂടിയ സുവിശേഷത്തിൽ എന്നെ സഹായിക്കാനായിട്ട് സുവിശേഷ പ്രസംഗത്തിലൊക്കെ സഹായിച്ചവർ പോലും ശത്രുതയോടെ ഞാൻ ചെയ്തിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അവരെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ചിട്ട് പോലും ആ സ്നേഹത്തെ പോലും നഷ്ടമായിക്കൊണ്ട് എന്നെ അപമാനിച്ചുകൊണ്ടേ നടന്നു. എനിക്കൊന്നും തോന്നിയില്ല. ദൈവത്തിന്റെ നാമത്തിലായി പറഞ്ഞത്, എനിക്കൊന്നും തോന്നിയില്ല. അന്നും അവരോടൊക്കെ ശരിക്ക് ചൂടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പറയാനുള്ള കാര്യം പറയാനുള്ള ആത്മബലം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സമ്പത്തില്ലെന്ന് വന്നത് ഒരു തെറ്റല്ല. അതിനെ പരിഹരിക്കാൻ എനിക്ക് തന്ന സമ്പത്ത് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയാ. കൊടുത്തപ്പോൾ അവരൊക്കെ 3 ലക്ഷം രൂപ തന്നവൻ 6 ലക്ഷത്തി ചിലവാൻ രൂപയോടും പലിശയായിട്ട് വാങ്ങിച്ചു പിന്നെയും 4 ലക്ഷം രൂപ ഇവിടെ വാങ്ങിച്ച എന്റെ കൂടെ നടത്തിയ ഒരു വ്യക്തിയുണ്ട്. അതൊക്കെ അങ്ങനെയാണ്. അവിടെ ആരും വ്യക്തികളെ കുറ്റപ്പെടുകയല്ല. ഇത് പറഞ്ഞു വരുമ്പോൾ ലോകത്തിന്റെ സഞ്ചാരത്തിൽ അതെല്ലാം ഉണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഞാൻ അവരെ എല്ലാം ഇപ്പോഴും സ്നേഹിക്കുന്നു, അവരോട് സ്നേഹം പുലർത്തിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അവരോടെല്ലാം സംസാരിക്കുന്നു. അത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് സഹോദരങ്ങളെ സാധിക്കുന്നത്. ഇടിച്ചു ചുരുക്കപ്പെട്ട അവസ്ഥയിൽ എനിക്ക് കർത്താവ് തന്നതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റി. ഇന്നും ന്യായമായ ഒരു നല്ല വീടും മക്കൾക്കെല്ലാം ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ സ്വസ്ഥമായി എല്ലാം വിട്ട് വചന ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയായി എന്റെ മരണത്തിനായി, ശരീരത്തിൽ നിന്ന് വേർപെടുന്ന നിമിഷത്തിനായി പ്രാർത്ഥിച്ചു ഒതുങ്ങി കഴിയുമ്പോഴാണ് ആ ദൈവത്തിന്റെ കൃപയാല് ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിന്റെ ആൾക്കാർ എന്നെ ബന്ധപ്പെട്ടതും ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചതും അത് തുടരുകയാണ്. ഇതെന്റെ മഹത്വത്തിനല്ല, ദൈവമഹത്വത്തിനായി ഞാൻ സാക്ഷ്യവും കൂടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഹാലേലുയ, 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 ഹാലേലുയ. ഞാൻ എന്തെങ്കിലും ആണെന്നല്ല ഈ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നതിൽ ദൈവത്തിന്റെ കൃപയാലാണ്. അതുകൊണ്ട് എത്ര തകർച്ച ഉണ്ടെങ്കിലും, എത്ര മഹാമോശമായി ജീവിച്ചവനാണ് ഞാൻ. അപ്പോ ദൈവം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പാപിയായി വിധിക്കുന്നുമില്ല. നമ്മുടെ പാപം പരിഗണിക്കാതെ നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞും ചില ബലഹീനതകളൊക്കെ നമ്മളിൽ കാണും. ആ ബലഹീനതകൾ നമ്മൾ ദൈവത്തോട് ചേർത്ത് വെക്കണം. അപ്പൊ ക്രമേണ വിശുദ്ധിയുടെ വെളിച്ചം കൂടുതൽ നമ്മളിൽ വരികയും നമ്മൾ തേജസ്വരൂപികളായി മാറുകയും ചെയ്യും.
ഇത് പലർക്കും ഉള്ളതാണ്. അയ്യോ, ഞാനത് ചെയ്തത് ശരിയാണോ, ഞാനത് ചെയ്തത്. നീ ദൈവത്തിന്റെ മഹത്വത്തിനെതിരായി വലിയ മഹാപാപങ്ങളൊന്നും ചെയ്യാതെയും എന്റെ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് എല്ലാ ദിവസവും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തുവിൽ നീ ജീവിക്കുകയാണ്. അപ്പോഴും നിന്റെ ജഡത്തിൽ കുറവുകളുണ്ട്. അതിനെ ഓർത്ത് ആ എല്ലാ ദിവസവും അവിടുത്തെ മരണത്തെ ഏറ്റെടുത്ത് അന്നുണ്ടായ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയും. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യത്തിൽ ദേഷ്യപ്പെടുകയോ വെറുപ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറഞ്ഞ് യോജിക്കുകയും ചെയ്യണം. ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മൾ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരാണെന്ന് ഓർക്കുക, ഓർക്കുക, ഓർക്കുക. അതിനായി ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ദൈവം സ്നേഹവാനാണ്, കാരുണ്യവാനാണ്. നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനാണ് അവിടുത്തെ കാരുണ്യം എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ അവിടുത്തെ കരുണ നമ്മളെ ആ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനാണ്. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വീണ്ടും അല്പം കൂടെ ഇത് വായിക്കാമെന്ന് കരുതുന്നു. അത് ഈ വിഷയം അങ്ങനെ ആയതുകൊണ്ടാണ്. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്കുള്ളതാണ് ശുദ്ധ മനസാക്ഷിക്കായി ഇട്ടുള്ള ജ്ഞാനസ്നാനം. അതായത് പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്കുള്ളതാണ് ജ്ഞാനസ്നാനം എന്നാണ് പരിശുദ്ധാത്മ ശക്തിയാൽ വിശുദ്ധ പൗലോസ് 1 കൊറിന്ത്യർ 15-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആത്മീയ കാര്യമായിട്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊറിന്ത്യർ 15:31 സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 4:10 അതാണ് പറയുന്നത്. പ്രതിദിനം കർത്താവിന്റെ മരണത്തെ തന്നെ ഏറ്റെടുക്കുമ്പോൾ പാപത്തെ സംബന്ധിച്ച് അനുതാപം എന്ന മരണം നടക്കുന്നു. വീണ്ടും അദ്ദേഹത്തിന് സുവിശേഷത്തെ സംബന്ധിച്ച് ദേഹദണ്ഡങ്ങളും മരണത്തിന്റെ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പറയുന്നത് എന്തെങ്കിലും ചെറിയ അബദ്ധം, പൗലോസും വലിയ കോപിഷ്ഠനായിരുന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ എന്നെ ഇത് സാധൂകരിക്കാൻ പറയല്ല കേട്ടോ, പലരും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോട്. അപ്പോട്ടെ, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കുറവ് എനിക്കുള്ളതാണ്. അതറിയുന്ന ഒരു ദൈവമുണ്ട്, അവിടുത്തോട് ഏറ്റു പറയുന്നുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു പോയാൽ ഞാൻ ക്ഷമ ചോദിച്ച് രമ്യതപ്പെടാറുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. എന്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഞാൻ കർത്താവിനോട് കൂടെ ജീവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി. അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം വന്നുപോയാൽ ഉടനെ അതിനെ ഓർത്ത് നിരാശപ്പെട്ട് പിന്മാറി പോകരുതേ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ജഡത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണത്തെ, പാപത്തെ സംബന്ധിച്ചുള്ള മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ ജഡത്തിൽ സംഭവിക്കുന്നു. 2 കൊരിന്ത്യർ 4:10 എന്ന വാക്യവും റോമാലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും പരസ്പര പൂരകമായിട്ടുള്ള വചനഭാഗങ്ങളാണ്. ഈ വാക്യങ്ങളിൽ തികച്ചും ആത്മീയ കാര്യമാണ് താൻ വ്യക്തമാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞിട്ടുമുണ്ട്. 1 കൊരിന്ത്യർ 15:31 വാക്യം ആത്മീയമായി പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. വാക്യം തന്നെയാണ് കേട്ടോ. മാനുഷികമായി പറഞ്ഞാൽ, അതായത് ആത്മീയ കാര്യമാണ് മുമ്പിൽ പറഞ്ഞത്. പ്രതിദിനം ആ കർത്താവിന്റെ മരണത്തെ സംഭവിച്ച് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോ മാനുഷികമായി പറഞ്ഞാൽ എഫേസുസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. നീ മരിച്ചവർ എല്ലാവരും പാപം ഈ ലോകത്തിൽ ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഏത് ജാതിയിലും പെട്ടവരായിട്ട് അവർ പുനരുത്ഥാനം അവർക്കുണ്ട്. മണ്ണിൽ കിടക്കുകയല്ല, പുനരുത്ഥാനമുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ഐക്യപ്പെട്ട് വേണമെങ്കിൽ പാപത്തെ ഓർത്ത് അനുദപിച്ചും സ്നാനം സ്വീകരിച്ച് ഉയർപ്പിന്റെ മക്കളായി തീരേണ്ടതുണ്ട്. അവരാണ് ദൈവസഭയിൽ ജീവിക്കുന്ന ദൈവമക്കൾ. മറ്റുള്ളവരോ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ അവരും ഈശ്വര സന്താനങ്ങളാണ്. അവർക്ക് പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുള്ളതിൽ ഒരു വാസസ്ഥലം കിട്ടും. എന്നാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അവിടുന്ന് പറഞ്ഞ പോലെ ജീവിക്കുന്നവർക്ക് അവിടുത്തെ വരവെങ്കിൽ അവിടുന്ന് ഒരുക്കിയിട്ടുള്ള പിതാവിന്റെ ഭവനത്തിൽ ഒരു ഭവനമുണ്ട്. അവിടെ നമ്മളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. നമുക്ക് ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തുതി. മാനുഷികമായി പറഞ്ഞാൽ എഫേസുസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. അതെ, ദുഷ്ടരോടും അങ്ങനെയുള്ളവരോട് വിശുദ്ധി പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ ചേരരുത്. നമ്മൾ
പാപികളോട് ഈ ലോകത്തിൽ ഒത്തിരി പാപികളുണ്ട്, അവരിൽ നിന്നെല്ലാം ഓടി അകലുക സാധ്യമല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ആ വിശ്വാസിയാണെന്ന് പറയും, സഹോദരനാണെന്ന് പറയുകയും ദുർമാർഗ്ഗങ്ങളിൽ ജീവിക്കുന്നതിനുമായിട്ട് ഒരിക്കലും ഇടപെടരുത് എന്നും പൗലോസ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. അപ്പോൾ ലോകത്തിലുള്ള ആരുടെ കൂടെയും നമ്മൾക്ക് ബന്ധപ്പെടാതിരിക്കാനൊക്കെയല്ല. അപ്പൊ കൺവെൻഷൻ തീണ്ടാത്ത വിധത്തിൽ എന്ത് ചെയ്യും? മരണകവചം, അതായത് ദൈവത്തിന്റെ മോക്ഷ കവചം, കർത്താവിന്റെ മരണം നമ്മുടെ ഉള്ളിൽ സജീവമായിരിക്കുന്നതുകൊണ്ട് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാപം നമ്മളെ സ്പർശിക്കില്ല, അതിലേക്ക് നമ്മൾ പോവുകയുമില്ല. ദൈവത്തിന് സ്തുതി. എന്നാൽ തിന്നുകയും കുടിക്കുകയും ചെയ്യാം, നാളെ നമ്മൾ മരിച്ചുപോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള അധാർമികതയോട് നമ്മൾ ഒരിക്കലും ധാർമ്മികൻ അല്ലെങ്കിൽ ധാർമ്മികതയിലുള്ളവർ പോലും, അങ്ങനെയാണെങ്കിൽ വിശ്വാസി ഒട്ടും അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയുമായി ചേരരുത്. എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനുമായിട്ട് കൂട്ടിച്ചേരാം, തീർച്ചയായിട്ടും. അത് ബന്ധുക്കോസുകാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ. പക്ഷെ ബന്ധുക്കോസുകാർ പറയുന്നത് വേർപാടെന്ന് പറയുന്ന കത്തോലിക്കാ സഭയിൽ നിന്ന് വേർപെട്ട് പോരുന്നതാണ്. കാതലികമായ സഭയിൽ ക്രിസ്തീയമായ നല്ല വലിയ ശക്തികളുണ്ട്. എനിക്ക് പല അനുഭവത്തിലൂടെ അത് പറയാൻ പറ്റും. അത് ഞാൻ സാക്ഷ്യത്തിൽ പറയാം. എന്നാൽ പെന്തക്കോസ്ത് കോളത്തിലും അങ്ങനെ ആ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്നവരിലും അനേക വിശുദ്ധരായ ആളുകളുണ്ട്. പക്ഷെ അവിടെ വെറും തട്ടിപ്പും വെറും പരിപാടി ഈ സഭകളിൽ, അപ്പസ്തോലിക സഭകളിലുള്ളവരെ അങ്ങനെ തന്നെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെ പലയിടത്തും ഞാൻ ഇങ്ങനെയുള്ള സഭാവിഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളെല്ലാം നിർഭാഗ്യപരാണെന്ന് 15-ാം അധ്യായ 1 കൊരിന്ത്യർ 15:19 പറയുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, എന്റെ അനുഭവമായി പറയുന്നു. അപ്പൊ ഏത് എന്നാ സഭയാണെന്നറിയത്തില്ല. ഏത് സഭയിലാണേലും വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് വേറൊന്നുമില്ല. അതിനായി കർത്താവിന്റെ മരണത്തെ നമ്മുടെ ജഡത്തിൽ എപ്പോഴും സംഭവിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നീതിപൂർവ്വം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവിൻ, പാപത്തെ സംബന്ധിച്ച് മരിക്കുവിൻ എന്നാണ് അവിടെ പൗലോസ് ഉപദേശിക്കുന്നത്, വിശുദ്ധ പൗലോസ്. 1 കൊരിന്ത്യർ 15:32 മുതൽ 34 വരെ. ചിലർക്ക് ദൈവത്തെ പറ്റി ഒരു അറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. എല്ലാ സത്യങ്ങളും വെളിപ്പെട്ടിട്ടും ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ ലജ്ജിതരാകണം എന്നാണ് പൗലോസ് സ്നാനത്തെപ്പറ്റി പറഞ്ഞു വന്നിട്ട് പറയുന്നത്. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെപ്പറ്റി പറഞ്ഞു വന്നിട്ട് അദ്ദേഹം ബാക്കി പറയാ, ഇത്രയെല്ലാം ബോധ്യപ്പെട്ടിട്ടും പിടിവാശി കൊണ്ടുമൊക്കെ ഈ സത്യമൊന്നും നടപ്പാക്കാതെ വരുന്നെങ്കിൽ നിങ്ങൾ ലജ്ജിക്കേണ്ടി വരും എന്ന് പറയാനാണ്, നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നതെന്നുള്ളത് ഒരു വലിയ വാസ്തവമായിട്ടുണ്ട്. നമ്മൾ ലജ്ജിക്കാനിട വരരുത്. നമുക്ക് എല്ലാവരോടും കൂടെ ദൈവസന്നിധിയിൽ നേരെ നിൽക്കാനുള്ള ഒരു മുഖം കുനിയണ്ട. നരകത്തിൽ പോകുന്നൊന്നുമല്ല ഈ പറയുന്നത്, അല്ലെ നശിച്ചു പോകുന്നല്ല പറയുന്നത്. മുഖം കുനിയേണ്ട ആവശ്യം വരികയില്ല. കർത്താവ് പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുകയാണെങ്കിൽ അവിടെ നേരെ നിൽക്കാനുള്ള ബലം കർത്താവ് തന്നെയാണ് തന്നിരിക്കുന്നത്. അത് വളയുന്നതല്ല, ഒരിക്കലുമില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് ശ്രമിച്ചാൽ 1 കൊരിന്ത്യർ 15:12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ തീർത്തും ആത്മീയമായി പറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. അതിനെ സ്ഥിരീകരിക്കുന്നതിനാണ് 32-ാം വാക്യം മാനുഷികമായി പറഞ്ഞാൽ എന്ന് തുടങ്ങുന്നത്. അവിടെയാണ് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മറ്റേത് ദൈവികമായി പറഞ്ഞു. നമ്മൾ അങ്ങനെ സ്നാനം സ്വീകരിക്കണം എന്നതിനെ പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി. അപ്പൊ അത് ഒന്നും ചെയ്യാതെ നടന്നാൽ ഇച്ചിരി നാണം കെടേണ്ടി വരുമോ എന്ന് പുള്ളി മാനുഷികമായി ഒന്ന് ചോദിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. സർവപ്രധാനം പാപത്തെ ഓർത്ത് അനുദപിച്ച് എല്ലാ ദിവസവും കർത്താവിന്റെ ഭരണത്തെ സ്വീകരിക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ മുദ്ര, ഉയർപ്പിന്റെ മക്കൾക്കുള്ള ഉറച്ച മുദ്രയിടാൻ സ്നാനം സ്വീകരിക്കണമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. അതനുസരിച്ചാണ് സഭയുടെ രൂപീകരണം നടത്തേണ്ടതും സഭയിൽ നടക്കേണ്ടതും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവിടെ സത്യയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് ശ്രമിച്ചാൽ 1 കൊരിന്ത്യർ 15:12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ തീർത്തും ആത്മീയമായി പറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിനെ സ്ഥിരീകരിക്കാനാണ് 32-ാം വാക്യം മാനുഷികമായി പറഞ്ഞാൽ എന്ന് തുടങ്ങുന്നത്. 32-34 വാക്യങ്ങളിൽ
33 വാക്യങ്ങളിൽ അപ്പസ്തോലനെ സംബന്ധിച്ചുള്ള മാനുഷിക കാര്യവും അതോട് ബന്ധപ്പെട്ട പാപരഹിതമായ ജീവിതത്തെപ്പറ്റിയും അനുദിനം പാപത്തെ സംബന്ധിച്ച് മരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റിയും അതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് പരാമർശിച്ചിട്ടുള്ളതുകൂടെ ഒന്ന് വിശദീകരിച്ചു കൊള്ളട്ടെ. പാപത്തെ സംബന്ധിച്ച് മരിച്ച് വിശുദ്ധമായ വ്യക്തിത്വമുള്ളവരാണ് ജലത്താലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർ എന്തിനു വേണ്ടിയാണ് സ്നാനം സ്വീകരിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ശരീരത്തിൽ മരിച്ചടക്കപ്പെടുന്നവർ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് പാപത്തെ സംബന്ധിച്ച് മരിച്ച വ്യക്തി ജലസ്നാനത്തിലൂടെ ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴിയുള്ള പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തുവിനെ ധരിക്കണം. ഗലാത്യ ലേഖനത്തില് 23 വായിച്ചാൽ മതി. യേശുക്രിസ്തുവിനെ ധരിക്കണം. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ അഭൗമികമായ ഒരു യോഗാത്മക മിസ്റ്റിക്കൽ രൂപാന്തരം നമ്മുടെ ഉള്ളത്തിൽ നടക്കുന്നതിന് സ്വർഗീയ അനുഭവമാണത്. ഞാനിതിങ്ങനെ വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും വചനഭാഗത്തിന് നമ്പരൊക്കെ അല്പം തെറ്റിപ്പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ സുഭാഷിതങ്ങൾ 20-27 എന്ന് പറഞ്ഞെടുത്ത് 20-17 എന്ന് പറഞ്ഞു പോകാനിടയായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രോവർബ് 20-27 എന്നുള്ളതിന് പ്രോവർബ് 17 അത് ഇംഗ്ലീഷിലല്ല ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത് ഈ പുസ്തകം വായിച്ച ഒരു വ്യക്തി ആത്മാവിൽ നിറഞ്ഞ് എന്റെ ആത്മീയ ഗുരുവായ മൈക്കിളച്ചനോട് പറയുകയും അച്ഛൻ എന്നെ അത് പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെ ചിലയിടത്ത് സ്ലിപ്പാകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് സാരമില്ല, നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വരും. എങ്കിലും കൂടുതലും അതിനെപ്പറ്റി പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് പറയുമ്പോൾ ഇതൊക്കെ വരും, സാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് അറിയിച്ച വ്യക്തിയോട് എന്റെ കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും. കാരണം എത്രമാത്രം ഒരു യോജിപ്പ് അവിടെ വന്നിരിക്കുന്നു നോക്കുക. ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറയുന്നയാളിൽ നിന്ന് ഒരു വചനത്തിന്റെ ഒരു വേട് അല്പം തെറ്റിപ്പോകുന്നത് പോലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവിക കൂട്ടായ്മ അവിടെ ഉടലെടുത്തത് പ്രിയപ്പെട്ടവർ. അതാണ് കുറ്റമല്ല. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടതെന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണല്ലോ എന്ന് ഞാനും അച്ഛനുമുള്ള ബന്ധം വെച്ച് അദ്ദേഹം അച്ഛനെ അറിയുന്നതുകൊണ്ട് അച്ഛനോട് വിളിച്ചു ചോദിച്ചു. ഇദ്ദേഹത്തെ അറിയുമെന്ന് അച്ഛൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ അച്ഛാ, അങ്ങനെ ഒരു സംഗതി ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് തെറ്റിപ്പോകുകയല്ലേ, അറിവില്ലാത്തവർ തുറന്നു നോക്കുമ്പം അവിടെ ഈ വചനം കാണുന്നില്ല, പിന്നെ എന്താന്നൊക്കെ ചിന്തിക്കാനിട വരും. അതുകൊണ്ട് ഞാനും പറയുന്നു, ഇത്രയും വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് വരുമ്പോൾ മാനുഷികമായ മനസ്സാണല്ലോ. അപ്പൊ ചിലപ്പോൾ ചില വാക്യങ്ങൾ വായിച്ചു വരുമ്പം ചാപ്റ്റർ ആൻഡ് വേഴ്സസ് അതൊക്കെ ചിലപ്പോൾ ഒന്ന് സ്ലിപ്പാകാം. പക്ഷെ പരമാർത്ഥമായിട്ടുള്ളത് എന്താണെന്ന് അടിസ്ഥാനപരമായി ഇതിന്റെ അകത്ത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 20-27 സുഭാഷിതങ്ങളുടെ പുസ്തകം, അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളിലാണ് സദൃശവാക്യങ്ങൾ എന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളിൽ കത്തോലിക്ക സഭ ഒഴിച്ചിട്ടുള്ള എല്ലാ സഭകളും പറയുന്നത്, സഭകളിലും എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ പ്രോവർബിൽ ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ് എന്ന് പ്രോവർബ് 20-27 ഞാനിതിപ്പോൾ അദ്ദേഹത്തെയും കൂടെ മാനിക്കാനും അദ്ദേഹം ഇത്രമാത്രം ആത്മാവിൽ ഇതിനെപ്പറ്റി ഒരു തീക്ഷ്ണതയുള്ള ആളും ഇത് വായിക്കുന്നതിന് എന്നോട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ആത്മാവിൽ ഒന്നിക്കുന്നതിനും വേണ്ടി അപ്രകാരം അച്ഛൻ വഴി സൂചിപ്പിച്ചെങ്കിൽ അദ്ദേഹത്തെയും ഞാൻ ദൈവനാമത്തിൽ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ സ്തുതി. പാപത്തെ സംബന്ധിച്ച് മരിച്ച വിശുദ്ധമായ വ്യക്തിത്വമുള്ളവരാണ് ജലത്തിലുള്ള സ്നാനം സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉത്ഥാനം വഴിയുള്ള പ്രാർത്ഥന യേശുക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ആ പ്രാർത്ഥന നടത്തിയിട്ട് ആ പ്രാർത്ഥനയാണ് പത്രോസ് പറയുന്നത്. ഇത് ശുദ്ധമനസാക്ഷിക്കായി യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ ഉള്ളിത്തൽ നടക്കുന്നതിന് സ്വർഗീയ അനുഭവമാണ്. അത് ഈ പരിശുദ്ധാത്മ പ്രവർത്തനത്തിൽ അഭൗമികമായ ഒരു യോഗാത്മക മിസ്റ്റിക്കൽ രൂപാന്തരം നമ്മുടെ ഉള്ളത്തിൽ നടക്കുന്നതിന്റെ സ്വർഗീയ അനുഭവമാണിത്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യ ചലനത്തിൽ ദൈവികതയിലുള്ള മനുഷ്യ സാദൃശ്യത്തോടും മനുഷ്യന്റെ ദൈവരൂപത്തോടും ബന്ധപ്പെട്ട സ്വർഗീയ പൂർണ്ണതയുമാണ്. കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ക്ഷമിക്കണം. ഇതോട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുവിശേഷ ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ കാണുക. ഗലാത്യ സഭയിലെ ദൈവമക്കളോടായിട്ടാണ് വിശുദ്ധ പൗലോസ് പ്രകാരം പറഞ്ഞതെങ്കിലും ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:1 എന്ന് റോമാസഭയിലുള്ളവരോടായി അപ്പസ്തോലൻ പറയുന്നതും സർവ്വമനുഷ്യരോടുമുള്ള ദൈവസ്നേഹത്തിന്റെ വിശുദ്ധ സന്ദേശമാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതും സഭയുടെ അംഗമെന്ന
എന്ന നിലയിലുള്ള ജ്ഞാനസ്നാനവും വിശുദ്ധീകരണത്തിന്റെ 2 തലങ്ങളിലുള്ള ആത്മീയ കാര്യമാണ്. വിശ്വാസ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്വീകരിക്കുവാൻ തിരിച്ചറിവായി കഴിഞ്ഞ പാപബോധം വന്നിട്ട് അനുദപിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതുതന്നെയാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തെ സർവ്വലോകത്തോടുമായി ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയുന്നതിന്റെ സാക്ഷ്യവുമാണത്. കൊറോന്തോസ് സഭയിലെ വിശ്വാസികളോടും 1 കൊരിന്ത്യർ 15, 29, 34 വാക്യങ്ങളുടെ സ്നാനത്തിന്റെ മഹാത്മ്യവും പുനരുത്ഥാനം എന്ന പുതിയ നിയമ സൽഫലവും എന്താണെന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കിയായിരുന്നു. ഇത് ഏതൊരു ക്രിസ്തീയ സഭാ വിശ്വാസിയെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് പുനരുത്ഥാനം ഉള്ളതുകൊണ്ട് പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്കായിട്ടുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്നാനത്തിന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി തന്നെയാണ് വിശുദ്ധ പൗലോസ് പരാമർശിച്ചിരിക്കുന്നത്. ജലസ്നാനത്തിനെ പറ്റിയൊക്കെ അത് തിരിച്ചറിവായി കഴിഞ്ഞ് ചെയ്യണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അടിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ജലസ്നാനം യേശുവിന്റെ മരണത്തിലും ഉയർപ്പിലുമുള്ള യേശുവിന്റെ ക്രൂശിലെ സ്നാനത്തിലുള്ള നമ്മുടെ പങ്കാളിത്തത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അതിന് സ്വർഗവും സ്വർഗീയ ഗണങ്ങളും സാക്ഷ്യവുമായി ആവുകയും ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തെ സംബന്ധിച്ച് മരിക്കുന്നവർ യേശുവിന്റെ മരണപുനരുത്ഥാനങ്ങളെ സ്വന്തം അനുഭവമാക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയാം. ജ്ഞാനസ്നാനം ഉത്തിതനായ യേശു ക്രിസ്തു വഴി ശുദ്ധ മനസാക്ഷിക്കായുള്ള പ്രാർത്ഥനയും അതുവഴിയായി ക്രിസ്തുവിനെ ധരിക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ ആത്മീയ പ്രക്രിയയാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഉത്തിതനായ മെശിയ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ പൊതിയുകയാണ് കൃപയുടെ വസ്ത്രത്താൽ. അതിന്റെ പുതുക്കലാണ്, അതിന്റെ ഏറ്റുപറച്ചിലാണ് വിശുദ്ധ കർത്താവിന്റെ മേശയിൽ നമ്മൾ ആചരിക്കുന്നതും നമ്മൾ ലോകത്തോടായി സാക്ഷ്യപ്പെടുന്നതും. അവിടെയും ഉത്തിതനായ മെശിയ നമ്മളെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. കൃപയുടെ വസ്ത്രം വീണ്ടും വീണ്ടും അവിടെ പുതുക്കി എന്തെങ്കിലും ചുളിവ് പറ്റിയിട്ടുണ്ട് അതൊക്കെ തട്ടിക്കളഞ്ഞ് അതെല്ലാം ശരിയാക്കി കർത്താവ് നമ്മളെ തന്റെ രൂപം ധരിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം എന്താണെന്ന് വചനബോധ്യത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ കണ്ണുനീരോടുകൂടി തിരുമുമ്പിൽ നിൽക്കാനൊക്കെ ഉള്ളൂ, തിരുഹൃദയത്തിൽ നമ്മളെ ചേർത്ത് വയ്ക്കാനൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് ആത്മാവാണ്. അവിടുത്തോട് ഐക്യപ്പെട്ടവരും അവിടുത്തോട് ഏക ആത്മാവായി തീരുകയാണ്. ദൈവത്തിന് സ്തുതി. ഈ വകയിൽ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം ഇത് ആത്മാവിൽ അനുഭവിച്ചറിയേണ്ടതായ അതീന്ദ്രിയ സ്വർഗീയ അനുഭവമാണെന്ന് പറയാം. പാപത്തെ സംബന്ധിച്ച് മരിച്ചവർക്ക് ഉള്ളതാണ് സ്നാനം. അങ്ങനെയുള്ള ഓരോരുത്തരും അറിവോടും സമൂഹത്തോടും കൂടി സ്വീകരിക്കേണ്ടതായിരിക്കുന്നു ഇത്. കാരണം നമുക്ക് പുനരുത്ഥാനമുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വ സഭയോട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ ധരിക്കുന്നില്ല. ക്രിസ്തു അവരോട് കൂടെ ഉണ്ട്. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കപ്പെട്ടെങ്കിലും ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുരൂപം പ്രാപിച്ച് ഏക ആത്മാവായി തീരുന്നതിന്റെ ഒരു അടിസ്ഥാനമാണിത്. അറിഞ്ഞവർ അത് ചെയ്യണം. സഭയിലൂടെ അത് ചെയ്യേണ്ടവർ ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മളത് മറ്റൊരു തരത്തിൽ ചെയ്താൽ അത് ശരിയാകുകയില്ല. എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ആരെങ്കിലും രക്ഷ പ്രാപിക്കുന്നതെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നുമില്ല. അതൊന്നും സ്വീകരിച്ചില്ലെങ്കിലും പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഏതൊരു വ്യക്തിയിലും കർത്താവിന്റെ സ്നേഹവും പാപമോചനവുമുണ്ട്. അവർ ദൈവത്തെ അറിയുന്നു. അവരെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അജ്ഞാത ക്രൈസ്തവർന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചതിനെ ദൈവത്തിനു മുമ്പിൽ നന്ദിയോടെ ഞാൻ അത് ഉള്ളത്തിൽ സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയുമാണ്. ഇപ്രകാരം യേശു ക്രിസ്തുവിനെ ധരിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ രൂപത്തിൽ ഉയർപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്തുവിനെ ധരിക്കാത്തവർ വ്യക്തി ഉണ്ടാകുമോ? അവിടുന്ന് നമുക്കായി ഒരുക്കിയിട്ട് നമ്മളെ മാത്രം കൂട്ടിക്കൊണ്ടു പോകുന്നതോടുകൂടി നമ്മൾ ചേരുമോ എന്ന് ഹൃദയത്തിൽ നല്ലപോലെ ചിന്തിച്ച് ദൈവത്തിനു മുമ്പിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ആരുടെയെങ്കിലും മാനുഷികമായ കെട്ടുപാടിൽ കെട്ടിക്കിടക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ പറയും, നിങ്ങൾ ഏത് സഭയിലാണെങ്കിലും ആ സഭയിൽപ്പെട്ട ഈ യഥാർത്ഥത്തിൽ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും സ്വീകരിച്ചെന്ന് പറഞ്ഞ് പിന്നെ മുമ്പിലത്തെ ഉപ്പർശുഭ സ്വീകരിച്ചെന്നൊന്നും പറഞ്ഞിട്ട് ഈ ജലസ്നാനമാകുന്നില്ല അവിടെ. സത്യമാണ്. പക്ഷേ ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ ആ മുമ്പിലത്തെ ഉപ്പർശുഭയിൽ അവന് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് പഴയ മനുഷ്യരായതുകൊണ്ട് മുമ്പിലത്തെ ഉപ്പർശുഭതൊക്കെ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. തെറ്റായിട്ട് ധരിക്കരുത്. അതൊരു പ്രായമായപ്പോൾ തിരിച്ചറിവാകുമ്പോൾ അവരേറ്റ് പറയുന്നുണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷെ അത് ജ്ഞാനസ്നാനമാകുകയില്ല. ഇല്ല, ഒരിക്കലുമില്ല. ആ ശിശു സ്നാനത്തെ അവൻ അറിയാത്ത പ്രായത്തിൽ ചെയ്തതിനെ അവിടെ അംഗീകരിക്കുകയുമല്ല. പക്ഷേ അതിലൂടെ ദൈവികമായ നടത്തിപ്പോട്ട് ഒരു കുഴപ്പമില്ല. അനുദപിക്കുന്നെങ്കിൽ മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്നാനം സ്വീകരിച്ചുകൂടാ? കർത്താവിന്റെ വ്യവസ്ഥയനുസരിച്ച് പൗലോസ് പറഞ്ഞ പോലെ, പത്രോസ് പറഞ്ഞ പോലെ വചനമനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ എന്നൊരു ചോദ്യം എന്റെ ഉള്ളിലുണ്ട്. ഓക്കെ,
കാരണം കർത്താവിന്റെ ഉയർപ്പിൽ എല്ലാവരും ഉണ്ട്. അനേക വാസസ്ഥലങ്ങളിൽ പോയി സ്വർഗത്തിൽ ദൈവരാജ്യ അനുഭവം അനുഭവിക്കേണ്ടവരുണ്ട്. എന്നാൽ കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നവരോട് ചേരാൻ ആഗ്രഹമില്ലാതെ വരുമോ ക്രിസ്തുവിനെ അറിഞ്ഞവന്? ആ ദൈവത്തിന്റെ സ്തുതി. ബാക്കിയുള്ള കാര്യം ഓരോരുത്തരും ഇത് വായിക്കുന്നവർ ചിന്തിക്കട്ടെ. ദൈവത്തിന്റെ സ്തുതി. ശരീരത്തിൽ മരിക്കുന്ന വ്യക്തി ആരായാലും ഉയർപ്പിക്കപ്പെടുന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടവർ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെന്നാണ് അപ്പസ്തോലർ പഠിപ്പിക്കുന്നത്. അപ്പസ്തോലർ ക്രിസ്തുവിലുള്ള പുനരുത്ഥാനം എന്ന മഹാഭാഗ്യം അനുഭവിക്കണമെങ്കിൽ, അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. അനുദപിച്ച് പാപബോധം വന്ന് അനുദപിച്ചിട്ട് മാനസാന്തരപ്പെട്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിൽ അനുദിനം അവിടുത്തെ മരണപുനരുത്ഥാനങ്ങളുടെ അനുഭവത്തിൽ ജീവിക്കുകയും വേണം. 2 കൊരിന്ത്യർ 4:10. എന്നാൽ ഈ മുങ്ങിയോ അല്ലാതെയോ ഒക്കെ സ്നാനം സ്വീകരിച്ചാലും ക്രിസ്തുവിനെ ഉള്ളത്തിൽ ധരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കുന്നില്ലെങ്കിൽ നഷ്ടം. അനുദപിക്കുന്നില്ലെങ്കിൽ ഈ സ്നാനം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അവർ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരനുഷ്ഠാനമായി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കർത്തൃപേക്ഷ നടത്തിയതുകൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ജ്ഞാനസ്നാനം വെള്ളത്തിൽ മുങ്ങി സ്വീകരിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ജലസ്നാനം തിരിച്ചറിവായിട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കുന്നതാണ്, വചനമനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്താനുഭവം എന്നുകൂടെ പറയട്ടെ. ദൈവത്തിന്റെ സ്തുതി. 2 കൊരിന്ത്യർ സ്നാനം സ്വീകരിച്ചതുകൊണ്ട് മാത്രം ആരും പൂർണ്ണരാകുന്നില്ല. ഒരു പുതിയ സൃഷ്ടിയായിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അതുകൊണ്ട് എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ നടന്നു പോകുന്ന സഭയിൽ ഒരു തീരുമാനമുണ്ടാകുവാൻ നല്ലപോലെ പ്രാർത്ഥിക്കുക. തീരുമാനമുണ്ടാക്കേണ്ടവരും ദൈവസന്നിധിയിൽ ദുരഭിമാനം വെടിഞ്ഞ് ദൈവത്തിനു മുമ്പിൽ തലകുനിച്ച് കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുക, അതിന് സാക്ഷികളാകുക. സഭ അത് ചെയ്തിട്ട് എങ്ങോട്ട് പോകാനാ? അതുകൊണ്ട് എത്രയും വേഗം സഭയിൽ ഇത് നടന്നു കാണുവാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ചിന്തിച്ചതനുസരിച്ചും എത്രയും വേഗം ഇതിന്റെ സത്യമറിഞ്ഞ് അത് സ്വീകരിക്കുവാൻ വേണ്ടി പ്രിയ ജനമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഗീതം നടക്കട്ടെ. അങ്ങനെ സഭ ആദിമ നൂറ്റാണ്ടിനോട് ചേർത്ത് നവീകരിക്കപ്പെടുമെന്ന് പ്രത്യാശിക്കുകയും ഞാനതിന് പ്രാർത്ഥിക്കുകയും നിങ്ങളും അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് മുമ്പിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ദൈവത്തിന്റെ സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. ദൈവമേ നിനക്ക് സ്തുതി. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ എന്നേക്കും എപ്പോഴും. ദൈവത്തിന് സ്തുതി. അവിടുത്തേക്ക് മാത്രമാണല്ലോ എല്ലാ ആരാധനയ്ക്കും യോഗ്യനാണ്. ദൈവമേ നന്ദി. ദൈവമേ സ്തോത്രം.